അപ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അനുഭവിച്ച പീഡനങ്ങളും ത്യാഗങ്ങളും പറഞ്ഞ് മുത്തുനബിക്ക് ത്വായിഫിന്റെ മണ്ണിൽ എത്തിയപ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ ത്വായിഫുകാര് കല്ലെറിഞ്ഞതും അള്ളാഹുവിന്റെ ഹബീബിനെ ത്വായിഫുകാര് വേദനിപ്പിച്ചതും നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ. അതേ പ്രകാരം മുത്തുനബിയുടെ പ്രിയപ്പെട്ട സുഹാബിയായ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങള്, അതേ പ്രകാരം മുത്തുനബിയുടെ ഓരോ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യാണ്. അപ്പൊ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ മുത്തുനബി നടുവിലായിരിക്കും. വലതു ഭാഗത്ത് സിദ്ദീഖ് തങ്ങളും ഇടതു ഭാഗത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും രണ്ട് കൈയിന്റെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും ഒരു കാവൽക്കാരനായിട്ട്. അങ്ങനെ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ അബൂജഹലും കൂട്ടുകാരും ഒരു ഭാഗത്തുണ്ടാവും. അബൂജഹൽ ഇരിക്കണ ഭാഗത്തോട് എത്തുമ്പോ അബൂജഹൽ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങും. അയ്യേ അയ്യേ എന്ന് പറഞ്ഞിട്ട് മുത്തുനബിനെയും സ്വഹാബത്തിനെയും കളിയാക്കാൻ തുടങ്ങും. ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ കാലിങ്ങനെ കാലുകൊണ്ടല്ലേ നമ്മളൊരു വള്ളിയക്കല് അല്ലെ നടന്നിങ്ങനെ പോകുമ്പോ പഴയ കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ സ്കൂളിൽ പോയാലുണ്ടോ പോയാലും വർത്താനാണ്. ചില ആളുകൾ കാണാം നടന്നിങ്ങനെ പോകുമ്പോ കാലുകൊണ്ട് പതുക്കെ ഇങ്ങനെ വള്ളിയേക്കുന്നു. വല്ല വലിച്ചു ആരാന്നറിയില്ല മറ്റോ വീണിട്ടുണ്ടാവും. അപ്പൊ കാലുകൊണ്ട് ഇങ്ങനെ വള്ളിയേക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങള്, ഒരുപാട് പരിഹാസവാക്കുകള്, ഒരുപാട് കുത്തുവാക്കുകള്, ഇതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ചതാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഒരുപാട് വിഷമങ്ങൾ എങ്ങനെന്ന് പറയാനില്ല, കുറെ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ അനുഭവിച്ചപ്പോ അള്ളാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല, നോക്കിയേ നിങ്ങളെ, അബൂലഹബിന്റെ ഭാര്യയായ ഉമ്മു ജമീൽ എന്ന പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരുന്ന വഴിയിലൊക്കെ കല്ലും മുള്ളും വാരിടാൻ തുടങ്ങി. ആലോചിച്ച് മുത്തുനബിനോടുള്ള ഒരു ദേഷ്യം ആ പെണ്ണ് ചെയ്തതെന്താ? അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ ചെയ്തതെന്താ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയിലേക്ക് കല്ലും മുള്ളും കൊണ്ടുവരികയാണ്. എന്നിട്ട് മുത്തുനബി നടന്നു വരുന്ന ആ വഴിയിൽ കല്ലിടാണ്. മുത്തുനബി നടന്നു വരുന്ന വഴിയിൽ മുള്ളറിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന വഴിയോരങ്ങളിലൊക്കെ ചപ്പ് ചവറുകൾ ഇടാണ്. മാത്രല്ല എല്ലാ ദിവസവും വീട്ടിലെ അടിച്ചു മാറുന്ന വേസ്റ്റ്, വീട്ടിൽ നമ്മൾ അടിച്ചു മാറുമല്ലോ, എല്ലാവരും അടിച്ചു മാറിയിട്ട് വേസ്റ്റ് ഉണ്ടാവും. ചില ആളുകളുണ്ട് വേസ്റ്റ് മൂലക്ക് ഇങ്ങനെ കൂട്ടിയിടും. അത് ചെയ്യാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. അത് അന്നൊക്കെ ക്ലീൻ ആക്കണം. വീടിന്റെ അടുക്കളയിലോ അല്ലെങ്കിൽ വീടിന്റെ റൂമിന്റെ അകത്തോ മൂലയിലോ വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിടുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാവരുത്. വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നതാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. അസാന്ദർഭികമായിട്ട് പറയണം. അപ്പൊ ഈ പെണ്ണ് എന്ത് ചെയ്യും? അബൂലഹബിന്റെ ഭാര്യ അടിച്ചുകൂട്ടിയ വേസ്റ്റുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ട് എറിയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സുബഹിക്ക് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുറത്തിറങ്ങുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആ വീടിന്റെ മുൻഭാഗത്ത് വന്നിട്ട്, മുത്തു റസൂലുള്ളാഹിന്റെ വീടിന്റെ മുൻഭാഗത്ത് വന്നിട്ട് അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലെ വേസ്റ്റുകളെല്ലാം ചവറുകളെല്ലാം കൊണ്ടുകിടുകയാണ്. ആരംഭ റസൂലുള്ള ഏത് ഭാഗത്തിലൂടെയെല്ലാം നടന്നു പോകുമ്പോ ആ നടന്നു പോകുന്ന ഭാഗത്തിലൂടെയെല്ലാം ഉമ്മു ജമീൽ വന്നിട്ട് വേസ്റ്റ് കൊണ്ടുകിടുകയാണ്, കല്ലെടുത്തെറിയുകയാണ്. എത്രയെത്ര പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നോ, എത്രയെത്ര പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നോ. അങ്ങനെയാണ് അല്ലാഹു മുത്തുനബിയോട് പറയുന്ന, നബിയേ നിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകൂ റസൂലേ. കൂടെയുള്ള മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുത്തുനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ ത്യാഗങ്ങളുടെയും സങ്കടങ്ങളുടെയും കഷ്ടപ്പാടിന്റെയും പട്ടിണിയുടെയും കഥ പറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബിനോട് മദീനയിലേക്ക് പോവാൻ വേണ്ടി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മദീനയിലേക്ക് പോവാൻ വേണ്ടി പറയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ നമ്മൾ മദീനത്ത് പോവാണ്. ബദറിന്റെ ചരിത്രം തുടരുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ പരിശുദ്ധമായ മദീനയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പേ കഅബാലയത്തിന്റെ സമീപത്തിൽ കഅബാലയം തവാഫ് ചെയ്തിട്ട് കഅബയോട് സലാം പറഞ്ഞു പോവുകയാണ്. കഅബ ഞാൻ പോവട്ടെ കഅബ.
പിറന്ന നാടായ പരിശുദ്ധമായ മക്ക, കൂട്ടുകാരുടെ കൂടെ കുടുംബത്തിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിച്ച പരിശുദ്ധമായ പിറന്ന നാടായ പവിത്രമായ മക്ക. ആ മക്കയോട് സലാം പറഞ്ഞിട്ട്, മക്കയോട് സലാം പറഞ്ഞിട്ട്, കഅബയോട് സലാം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോവുകയാണ്. ആരംഭ റസൂലുള്ള പരിശുദ്ധമായ മദീനയിലേക്ക് പോകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടി കഅബാലയത്തോട് സലാം പറഞ്ഞ് മദീനയിലെത്തുകയാണ്. അൽഹംദുലില്ലാഹ്, കഥ പറയുന്ന മദീന എന്ന വിഷയം പറഞ്ഞപ്പോ മദീനയിലേക്കുള്ള പാലായനത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പൊ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ മദീനയിലേക്കുള്ള യാത്രയെ കുറിച്ച് പഠിച്ചതാണല്ലോ, പറഞ്ഞതാണല്ലോ. ആരംഭ റസൂലുള്ള മദീനയിലേക്ക് പോകുന്ന കാരണം എന്തെന്നറിയോ? പിറന്ന നാട്ടിലെ ശത്രുക്കളെ മുത്തുനബിക്ക് സ്വൈര്യം കൊടുത്തില്ല. പിറന്ന നാട്ടിൽ അവൻ വളരാ പാടില്ല, മുത്തുനബി വളരാ പാടില്ല എന്ന ദുഷിച്ച ചിന്ത ശത്രുക്കളെ മനസ്സിൽ വന്നപ്പോ അവരെ കുതന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അവരെ മുത്തുനബിക്കെതിരെ എത്രയോ കുതന്ത്രങ്ങൾ ഉപയോഗിക്കുകയാൽ. കാരണം എന്താണ്? മക്ക എന്ന രാജ്യത്ത് ഇങ്ങനെ ഒരാള് വേണ്ട, മക്ക എന്ന രാജ്യത്ത് ഇങ്ങനെ ഒരാള് വളരാൻ പാടില്ല എന്ന ഗൂഢമായ നിശ്ചയം അവന്റെ മനസ്സിന് അബൂജഹലിന്റെയും കൂട്ടാളികളുടെയും മനസ്സിൽ വന്നപ്പോ പിറന്ന നാട്ടിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള എല്ലാ കുതന്ത്രങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന്റെ ശത്രുക്കളായ അബൂജഹലും കൂട്ടുകാരെ മെനയുകയാണ്. ഏതുവരെ? ഖത്താബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ എന്ന ധീരനായ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് അബൂജഹൽ പറഞ്ഞില്ല, ഉമറേ, ഈ മക്കയിൽ നീ പറയുന്നത് ഞാൻ നിനക്ക് വാങ്ങിത്തരാം ഉമറേ, നീ ആവശ്യപ്പെടുന്നത് എന്തും നിനക്ക് വാങ്ങിത്തരാം ഉമറേ, നീ ആവശ്യപ്പെടുന്നത് എന്തും നിനക്ക് വാങ്ങിത്തരാൻ ഞാൻ റെഡിയാണ് ഉമറേ. മക്കയിൽ ഏറ്റവും നല്ല വിലപിടിപ്പുള്ള ഒട്ടകങ്ങളെ നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരാം ഉമറേ. പക്ഷേ അബ്ദുല്ലാന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, ആമിനാബിയുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ മുത്തുനബിയെ മുഹമ്മദ് തങ്ങളെ നീ ഒന്ന് വധിച്ചു തരുമോ ഉമറേ? ആരാണ് മക്കളെ മുഹമ്മദ് തങ്ങളുടെ തലയെടുക്കാ ധൈര്യമുള്ളവൻ? ആരാണെന്ന ചോദ്യത്തിന് ഖത്താബിന്റെ പൊന്നുമോൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ചെറുപ്പക്കാരൻ മറുപടി പറയുകയാ, ഞാനെടുക്കാ മുഹമ്മദ് തങ്ങളുടെ തല, ഞാനെടുക്കാ. മക്കാ പട്ടണത്തിൽ ഇന്നവരെ ഒരാൾക്കും സമ്മാനമായി കിട്ടാത്ത 100 വിലപിടിപ്പുള്ള മനോഹരമായ ഒട്ടകങ്ങളെ മുഹമ്മദ് തങ്ങളെ തലയെടുത്ത് കഴിഞ്ഞാ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണെന്ന് അബൂജഹൽ ഓഫർ പ്രഖ്യാപിക്കുകയാണ്. ഉമർ എന്ന ചെറുപ്പക്കാരനെ ധൈര്യത്തോടെ ഏറ്റെടുക്കാ. കാരണം എന്തെന്നറിയോ? ധൈര്യശാലിയാണ്, വില്ലാളി വീരനാണ്, ധൈര്യവാനാ. ഏതൊരാളെ മുന്നിൽ ചെന്നിട്ട് ആൺകുട്ടിയോട് ആരാ എന്ന ചോദ്യത്തിന് ഞാനാളാ എന്ന മറുപടി പറയാന് മക്കയുടെ മണ്ണിലെ ചങ്കൂറ്റമുള്ള ഒരു ചെറുപ്പക്കാരനാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലല്ലോ. അല്ലാഹുവേ, അബൂജഹൽ ഇരിക്കുന്ന സദസ്സിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പറയുകയാണ്, ഞാൻ എടുത്തു വരാ. അല്ലാഹ് പുറപ്പെടുകയാ. പുറപ്പെടുകയാണ്. ഇത് ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പാണ് പ്രിയപ്പെട്ടവരെ. എന്തിനു വേണ്ടിയാണെന്നറിയോ? ആരംഭ റസൂലുള്ളാഹിന്റെ തലയെടുക്കാൻ വേണ്ടിയാ. പാവമാണ് നമ്മുടെ പുന്നാര ഹബീബ്. എവിടെ നോക്കിയാലും പരിഹാസമാ. എവിടെന്നെല്ലാം മുത്തുനബിയെ പരിഹസിക്കാൻ ശ്രമിച്ചില്ലേ? കല്ലെറിഞ്ഞില്ലേ? സ്വന്തം കുടുംബക്കാരെ അകറ്റി നിർത്തിയില്ലേ? പക്ഷേ മനസ്സുകൊണ്ട് തളർന്നില്ല.
തളർന്നില്ല. തായിഫിന്റെ മണ്ണിലെ മുത്തു റസൂലുള്ളാഹിനെ സ്വന്തം കുടുംബക്കാരെ മാറ്റി നിർത്തിയപ്പോൾ പോലും അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് തളർന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, കൂടെ നടന്നവരെ, കൂട്ടുകാരൻ, കൂടെ കൂടിയവരല്ല, അല്ലാഹുവിന്റെ ഹബീബിനെ ഒറ്റപ്പെടുത്തിയപ്പോഴെല്ലാം അവിടുന്ന് തിരിച്ചടിക്കാനോ, അവിടുന്ന് തിരിച്ചു വെട്ടാനോ, അവിടുന്ന് തിരിച്ചു കല്ലെറിയാനോ, അവിടുന്ന് തിരിച്ചവരെ ഉപരോധിക്കാനോ ആരംഭ റസൂലുള്ള ഒരാൾക്കും വാക്ക് കൊടുത്തില്ല. വേണ്ട, തായിഫിന്റെ മണ്ണിൽ സംരക്ഷിക്കാൻ ചിറകടിച്ച് പറന്നു വന്ന ജിബ്രീലിനോട് പോലും ആരംഭ റസൂലുള്ള കരുണയുടെ മറുപടി പറഞ്ഞ നബിയാണ്. ആ നബി തങ്ങളുടെ സ്വഭാവം പഠിക്കൂ ചെറുപ്പക്കാരാ, ആ നബി തങ്ങളുടെ സ്വഭാവം പഠിക്കൂ ഉമ്മമാരെ, ആ നബി തങ്ങളുടെ സ്വഭാവം പഠിക്കൂ പാപ്പമാരെ. അതാണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. കല്ലെറിയുന്നവരൊക്കെ എറിയട്ടെ. മാവ് കണ്ടിട്ടില്ലേ നിങ്ങള്? നല്ല പഴുത്ത മാമ്പഴമുള്ള മരത്തിലേക്കാണ്, മാവിലേക്കാണ് ചെറിയ കുഞ്ഞുമക്കള് വന്ന് കല്ലെടുത്തെറിയുന്നത്. കണ്ടിട്ടില്ലോ നമ്മള്? കുഞ്ഞുനാളിലൊക്കെ പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോ, കുഞ്ഞുനാളിലൊക്കെ സ്കൂളുകളിലേക്ക് പോകുമ്പോ നല്ല നാടൻ മാമ്പഴം കാണുമ്പോ കല്ലെടുത്തെറിയാറില്ലേ നമ്മള്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അവിടുന്ന് വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. കാരണം എന്താണ്? ധൈര്യവാനാണ്, നല്ല ധൈര്യവാനാണ്. എന്ത് ചങ്കൂറ്റത്തോടെ ഏറ്റെടുക്കും, എല്ലാ വിഷയവും ചങ്കൂറ്റത്തോടെ ഏറ്റെടുക്കാൻ അത്രയും ധൈര്യശാലിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. മുത്തുനബിയുടെ തലയെടുക്കാമെന്ന വാഗ്ദാനം ഏറ്റെടുത്തതെന്ന് മക്കയിൽ പരക്കുകയാണ്, എല്ലാവരും അറിയുകയാണ്. മാങ്ങമ്മക്ക് എറിയണത് പറയും ഉസ്താദേ, അതാണല്ലേ അവിടെ എത്തി അല്ലെ? കണ്ടില്ല നിങ്ങള്? നല്ല നല്ല മാമ്പഴല്ല മാവ് കാണുമ്പോള് എറിയുള്ളൂ അല്ലേ? മാങ്ങ കണ്ടില്ല? ഇന്നിപ്പോ മാങ്ങന്റെ കാലാണ്. കുറെ ഉമ്മമാരുണ്ട് പച്ചമാങ്ങയും പഴുത്ത മാങ്ങയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹുൽക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, നല്ല റാഹത്ത് നൽകട്ടെ. മാങ്ങ അങ്ങനെ ഉപ്പിലിട്ട് ഇങ്ങനെ തിരുമ്പി ഇങ്ങനെ കഴിക്കാൻ ഞാൻ നോമ്പ് മുറിക്കണില്ല. ഞാൻ ചിലപ്പോ പറഞ്ഞ നോമ്പ് മുറി പറയണില്ല. ഇങ്ങോട്ട് തന്നെ വരിക, ആവശ്യത്തേക്ക് തന്നെ വരിക. ഇപ്പൊ മാങ്ങന്റെ കാലാണ് അല്ലേ? മാമ്പഴത്തിന്റെ കാലാണ് ഇപ്പൊ. അപ്പൊ അതൊക്കെ ഇല്ല, കൊറേയൊക്കെ പോയി അൽഹംദുലില്ലാഹ്. പണ്ടൊക്കെ ഇനി രസം സ്കൂൾക്ക് പോകുമ്പോഴും അംഗനവാടിക്ക് പോകുമ്പോഴും കല്ലെടുത്ത് ഇങ്ങനെ സൂട്ടുണ്ടോ നോക്കാൻ വേണ്ടി മാങ്ങമ്മക്ക് എറിയും. അത് ചിലപ്പോ അപ്പുറത്തെ പേരന്റെ ഓടുമ്പൊക്കെ ഒന്ന് പോകും ചോദിച്ചു. അല്ലാഹ് സുബ്ഹാനല്ലാഹ്, അതോടുകൂടി എല്ലാത്തിന്റെ പൂതി തീരും ചോദിച്ചു. എന്നും പരാതിക്കാരോ നിങ്ങളെ കുട്ടീനെ കുറിച്ച്? എന്താ ഉമ്മന്റെ അടുക്ക് ഇങ്ങനെ വരും, നിങ്ങളെ ഓന്റെ ഓട് പൊട്ടിച്ചണ്. അപ്പൊ എന്താ ഓട് പൊട്ടിച്ചെന്നല്ല, മാങ്ങക്ക് പറഞ്ഞപ്പോ നേരെ അപ്പുറത്ത് പോയി ഓട് മുറിഞ്ഞതാണ്, ഓട് പൊട്ടിയതാണ്. നല്ല രസേനി പഴയ കാലം. അപ്പോ നല്ല മാമ്പഴം പഴുത്തു നിൽക്കുന്ന മാമ്പഴല്ല മാങ്ങമ്മക്ക് പിന്നെ മാവുമൊക്കെ ആൾക്കാർ എറിയുള്ളൂ അല്ലേ? അങ്ങനെ തന്നെയാണ് എല്ലാ വിഷയം, അങ്ങനെയാണ് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ മാങ്ങയൊന്നുമില്ല, ഒരു ഇലയില്ല, ഒരു ചുള്ളിക്കാമ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആരെങ്കിലും പോയി കണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കല്ലെടുത്ത് എന്താ കല്ലെടുത്ത് എറിയണേ? വെറുതെ ആരെങ്കിലും എറിയോ? എറിയില്ല. കയമ്പുണ്ടാവുമ്പോഴേ ആളുകൾ പിന്നാലെ കൂടുള്ളൂ. അങ്ങനെയാണ് ആളുകൾ എറിയുള്ളൂ. അത് ഏത് വിഷയം അങ്ങനെ തന്നെയാണ്. എല്ലാം അത് ആ പോയിന്റ് നമ്മളോട് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താ അതിലൊന്നും വരാല്ല. അപ്പോ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ മനസ്സിലാക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലക്കും ശത്രുക്കളെ ആക്രമിച്ചപ്പോഴൊന്നും മുത്തുനബി എന്ത് ചെയ്തില്ല? ഒരു മറുപടി ഒന്നിനും പോയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ പൊന്നുമോൻ ഉമർ എന്ന ചെറുപ്പക്കാരൻ മുത്തുനബിയുടെ തലയെടുക്കാൻ വരുന്നു എന്ന വിവരം അറിഞ്ഞപ്പോ അല്ലാഹുവേ ചരിത്രം പറയുകയാണ്, ചരിത്രം നമ്മെ പണിപ്പിക്കുകയാണ്. മക്കയിലെ ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം എന്താണ്? വരുന്നതാരാണ്? ഉമറാ. വരുന്നതാരാണ്? ഉമറാണ്. ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. ഇന്ന് എന്തെങ്കിലും ഒന്ന് നടക്കും, ഉറപ്പാ. ഇന്ന് എന്തെങ്കിലും ഒന്ന് നടക്കും. കാരണം എന്താ? കളിക്കളത്തിൽ ആരാ? ഉമറാൻ. പല ആളുകളും പലതും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്താൽ അങ്ങനെയല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്താൽ അങ്ങനെയല്ല. ഈ ധൈര്യശാലിയാണ്, ധൈര്യവാനാണ്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒന്ന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് അറിയാം.
അത് നടത്തുമെന്ന് അറിയാ. അങ്ങനെ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. വാളെടുത്തുകൊണ്ട് അബൂജഹലിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുത്തു റസൂലുള്ളാഹിന്റെ തലയെടുക്കണമെന്ന് പറഞ്ഞ് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ തായിഫിൽ ഇരിക്കുമ്പോ പ്രിയപ്പെട്ട സ്വഹാബത്ത് മുത്തുനബിയുടെ കൂടെയുണ്ട്. സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയേ നമുക്ക് എങ്ങോട്ടെങ്കിലും വന്ന് രക്ഷപ്പെടാമല്ലോ റസൂലേ, നമുക്ക് എവിടേക്കെങ്കിലും വന്ന് രക്ഷപ്പെടാമല്ലോ നബിയേ. കാരണം എന്തെന്നറിയോ? അബൂജഹലിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത ഉമർ വരുന്നുണ്ട് നബിയേ. ഉമർ തങ്ങളുടെ തലയെടുക്കാന് വരുന്നുണ്ട് റസൂലേ. അല്ലാഹുവിന്റെ ഹബീബേ, ഇവിടുന്ന് മാറി നിൽക്കണം നബിയേ, ഇവിടുന്ന് മാറി നിൽക്കണം നബിയേ. കാരണം ഖത്താബിന്റെ മകൻ ഉമർ അവൻ ധീരനാണ് നബിയേ, അവൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാ നബിയേ. ഒരു കാലത്തെ മക്ക മുഴുവനും കിടുകിടാ വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തന്റെ മുഖത്ത് നോക്കിയിട്ട് ചങ്കൂറ്റത്തോടെ സംസാരിക്കാൻ എതിരാളിയില്ലാത്ത മക്കയിലെ ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുവേ, കുഞ്ഞുനാളിലെ ധിക്കാരവും കുഞ്ഞുനാളിലെ വാശിയും കുഞ്ഞുനാളിലെ ദേശവുമായി വളർന്ന ഖത്താബിന്റെ പൊന്നുമോൻ ഉമർ ഇബ്നുൽ ഖത്താബ്. കുഞ്ഞുനാളിലെ ദേശക്കാരനായ ഖത്താബ് എന്ന പ്രിയപ്പെട്ട ബാപ്പയുടെ അടുക്കൽ നിന്ന് ഒരുപാട് അടി ലഭിച്ച് ഒരുപാട് വാശിയോടെ ഒരുപാട് പിണക്കത്തോടെ ഉപ്പയുടെ സമീപത്ത് ദേശത്തോടെ ജീവിതം നയിച്ചു പോന്ന കുഞ്ഞുമോനായ ബഹുമാനപ്പെട്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ചെറുപ്പത്തിൽ അങ്ങനെയാണ്, ബാപ്പ എപ്പോഴും തല്ലും, മരത്തിൽ കെട്ടിയിട്ട് കുറെ അടിച്ചിട്ടുണ്ട്. ആരെ? ഉമർ തങ്ങളെ. ആര്? ബാപ്പ ഖത്താബ്. ചെറുപ്പത്തിലെ ആടിനെ മേൽക്കാൻ ഒട്ടകത്തെ മേൽക്കാൻ പറഞ്ഞു വിട്ടു, പോയിക്കൂടെ അങ്ങോട്ട് കയറുന്നുണ്ട്. ചെറുപ്പത്തിലെ അങ്ങനെയാണ്. കുറെ വിഷമങ്ങളും കുറെ പ്രയാസങ്ങളും കുറെ സങ്കടങ്ങളൊക്കെ ജീവിതത്തിൽ സഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചെറുപ്പം മുതലേ. അങ്ങനെ ഒരു വീട്ടില് ബാപ്പ എപ്പോഴും ദേഷ്യമുള്ള ആളാണോ ആ വീട്ടിൽ വളരുന്ന മക്കളും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ തന്നെ ഞാൻ ആ വിഷയം ഗൗരവത്തിൽ പറഞ്ഞത്, ദേഷ്യമില്ലാത്ത വീടായിട്ട് മാറാം, ദേഷ്യമില്ലാത്ത വീടായിട്ട് മാറണം. അപ്പൊ ആ വീട്ടിൽ വളർന്ന മക്കളും ദേഷ്യമില്ലാത്ത മക്കളെ കയറാം. ഇത് എപ്പോഴും എല്ലാത്തിനും എടുത്തു ചാർന്ന ആൾക്കാരാണെങ്കിലോ മക്കളും അങ്ങനെ തന്നെ കരം വളരുക. അത് നല്ലവണ്ണം നമ്മൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കുക. ഉമ്മയും ബാപ്പയും ദേഷ്യക്കാരാണോ അതിന്റെ 1% മക്കൾക്ക് കിട്ടും, ഉറപ്പാണ്. പിന്നെ ആ വീട്ടിൽ നമ്മൾ ഒന്നും പറയും, ഉസ്താദേ സമാധാനമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമാണ്. ഒന്ന് കൂളായ പോരെ, പ്രശ്നം തീർന്നില്ലേ? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തണുത്ത പോരെ, പ്രശ്നം തീർന്നില്ലേ? അപ്പൊ പറഞ്ഞു വരുന്നത് ഉമർ ഖത്താബ് തങ്ങൾ അങ്ങനെ വളർന്നത്. അതുകൊണ്ടാണ് സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയേ നമുക്ക് എങ്ങോട്ടെങ്കിലും വന്ന് മാറി നിൽക്കാലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയും മാറിയില്ല. അപ്പോഴാണ് മഹാനായ സയ്യിദുനാ ഹംസത്തുൽ കർറാഹ് റളിയല്ലാഹു അൻഹു ബദറിന്റെ ചരിത്രം പറയുമ്പോ വിശ്വാസിയുടെ മനസ്സിലേക്ക് രക്തത്തിളപ്പോടെ ഓടി വരുന്ന സ്വഹാബിയുടെ പേരാണ് മഹാനായ സയ്യിദനാ ഹംസത്തുൽ കർറാർ. അവിടുത്തെ ചരിത്രം വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ധീരനാണല്ലോ, ധീരനാണല്ലോ, ധീരനാണല്ലോ. ഹംസ റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, നബിയേ നിങ്ങളെ ഒരാളും ആക്രമിക്കാൻ വരൂല നബിയേ. ഏത് ഉമറെ? എവിടത്തെ ഉമറെ? അവൻ വരട്ടെ. ഈ ഹംസയുള്ള കാലത്തോളം മുത്തുനബിയുടെ ശരീരത്തിലോടാണ് ഈ ഹംസ സമ്മതിക്കൂല. അബൂജഹലിന്റെ വെല്ലുവിളിയേറ്റ ഖത്താബിന്റെ പൊന്നുമോൻ ഉമർ വരുന്നുണ്ടെങ്കിൽ ഹംസത്തുൽ കർറാർ മല പോലെ മുത്തുനബിക്ക് ഇവിടെ കാവലില്ലെന്ന് ഉമറിനോട് പറയുക. നിങ്ങളെ പറയൂ, അല്ലാഹുവിന്റെ ഹബീബിന്റെ തലയെടുക്കാൻ മക്കാ പട്ടണം കിടുകിടാ വിറപ്പിച്ച് വാളുമായി വരുന്ന ഖത്താബിന്റെ പൊന്നുമോൻ ഉമറിനോട് നിങ്ങൾ പറയുക, അവിടെ ഹംസയുണ്ട്, അവിടെ ഹംസത്തുൽ കർറാർ തങ്ങളെ കാവലുണ്ട്. മുത്തുനബിയുടെ വലത് ഭാഗത്തും ഇടത്
വലതുഭാഗത്ത് ഹംസത്തുൽ കറാർ തങ്ങളെ കാവലുള്ള ഉമറിനോട് നിങ്ങൾ ചെന്ന് പറയുക, ആ ഹംസയുടെ ശരീരത്തിന്റെ മുകളിലൂടെയല്ലാതെ മുത്തുനബിയെ തൊടാൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ ഷഹീദാവാതെ എന്റെ ശരീരത്തിന് എന്തെങ്കിലും പോറേ പറ്റാതെ എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രോമത്തിൽ തൊടാൻ ഞാൻ സമ്മതിക്കൂല എന്ന് ആ വെല്ലുവിളി 1000 കുതിര ശക്തിയോടെ ഏറ്റെടുത്ത സ്വഹാബിയാ മഹാനായ സയ്യിദനാ ഹംസത്തുൽ കറാർ. അല്ലാഹു അവിടത്തെ കൂടെ നമുക്ക് സ്വർഗം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അവിടത്തെ സുന്ദരമായ ചരിത്രം ബദർ പറയുമ്പോ നമുക്ക് വരുന്നുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു ബദറിൽ ഇറങ്ങിയ ചരിത്രം കേൾക്കണം നമ്മള്. അസ്വദ് എന്ന ശത്രുവിന്റെ കണങ്കാലിൽ വെട്ടേറ്റ് ഹംസ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കളത്തിൽ ഒരു ചീറ്റപ്പുലിയോല ബദറിലേക്ക് ഇറങ്ങിയ ചരിത്രം ഇൻഷാ അല്ലാഹ് നാളത്തെയോ മറ്റന്നാളത്തെയോ മജ്ലിസ് ബദർ തുടങ്ങുകയാണ്. ബദർ യുദ്ധത്തെ കുറിച്ച് പറയുകയാണ്. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ആരംഭ റസൂലുള്ളാഹിന്റെ തലവെട്ടാൻ ഉമർ വരുന്നു എന്നറിഞ്ഞപ്പോ സഫാ കുന്നിന്റെ സഫാ പർവതത്തിന്റെ സമീപത്തമല്ല ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് മഹാനായ സയ്യിദുനാ ഹംസത്തുൽ കറാർ. ആരടാ എന്റെ മുത്തുനബിയുടെ തലയെടുക്കാ ചങ്കൂറ്റമുള്ള ഉമ്മ പറ്റ ആൺകുട്ടി മക്കയിലുണ്ടെങ്കിൽ കടന്നു വരട്ടടാ. എന്റെ മുത്തു റസൂലുള്ളാഹിന്റെ തലയെടുക്കാനല്ല, എന്റെ മുത്തുനബിയുടെ അരികത്തുള്ള മുത്തുനബിയെ വെല്ലുവിളിക്കാൻ ചങ്കൂറ്റമുള്ള 1000 ഉമർ ഇബ്നു ഖത്താബ് മക്കയിലുണ്ടെങ്കിൽ കടന്നു വരട്ടെ എന്ന് പറഞ്ഞിട്ട് സഫാ പർവതത്തിന്റെ സമീപത്ത് 2 കൈയും ഉയർത്തിപ്പിടിച്ച് കാവൽ നിന്ന സ്വഹാബിയാണ് മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. ഏത് ഉമർ? എവിടുത്തെ ഉമർ? അങ്ങോട്ട് വരട്ടെ. കാണാലോ നമുക്ക്. ഉമറാട്ടെ വരുന്നത്. ആയിക്കോട്ടെ, കാണാലോ. ആ വെല്ലുവിളി ഏറ്റെടുത്തു ആര്? ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. 2 ഭാഗത്തും കൈ ഇങ്ങനെ വെച്ച്, 2 ഡോറിന് കണ്ടില്ല ഞങ്ങള് 2 ഭാഗത്തും തൂണുണ്ടാകുമല്ലോ, ആ തൂണും അങ്ങനെ കൈയ്യടെ വെച്ചിട്ട് പറഞ്ഞു, വരട്ടെ ഇങ്ങോട്ട് വരട്ടെ നബിയെ, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളെ. ഈ ഹംസ അവിടെ ഉണ്ട് റളിയല്ലാഹു അൻഹു. നിങ്ങൾ റളിയല്ലാഹു അൻഹു അറിയും. ഞാൻ ഇവിടെ ഉണ്ട്. എന്റെ ശരീരത്തിൽ എന്തെങ്കിലും പറ്റിയിട്ടല്ലാതെ തങ്ങളെ രോമത്തിൽ തൊടാൻ ഞാൻ സമ്മതിക്കൂല. ഉറപ്പാ. മാഷാ അല്ലാഹ്, എന്താണ് ആ വെല്ലുവിളി ഏറ്റെടുക്കല്? നമ്മൾ പറയാനുണ്ടാണ് അങ്ങനെ. ധൈര്യം ഇങ്ങോട്ട് വാറ്. ചില ആളുകളുണ്ട് എന്നതോ ഒരു വരടെ ഒരുക്കും. ആൺകുട്ടിയാണെങ്കിൽ ഈ വരമ ചവിട്ടിക്കാം, അപ്പൊ ഓനാ വരമ ചവിട്ടും. അപ്പൊ അപ്പുറത്ത് വേറെ വരക്കും. ഇജ് ആൺകുട്ടിയാണെങ്കിൽ ഈ വരന്റെ പുറത്ത് കണ്ട് കടന്ന, അപ്പൊ ആ വരന്റെ പുറത്ത് പിന്നീട് വരെ ഇറക്കും. ജയ് ധൈര്യല്ലോനാണെങ്കിൽ ഈ വരന്റെ പുറത്ത് കിട കടക്കുക, അപ്പൊ ആ വരന്റെ ധൈര്യല്ലോനാണ് സംഭവിച്ചത്. ആ ധൈര്യമല്ല ഇവിടെ. ഇത് വെല്ലുവിളി ഏറ്റെടുക്കാണ്. ഇത് വാളുമായിട്ട് വരുന്നുണ്ട്. മക്കാങ്ക് അറിഞ്ഞുകണേ, എല്ലാരും അറിഞ്ഞുകണേ, എല്ലാവരും അറിഞ്ഞുകണേ ഇത് സംഗതി പാളിക്കണമെന്നില്ലേ. പക്ഷെ ഹംസ റളിയല്ലാഹു അൻഹു ധീരനായിട്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ നേരിടാൻ തന്നെ തയ്യാറായിട്ടാണ് നിന്നത്. അങ്ങനെ സഫാ പർവ്വതത്തിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുന്നേ. ഉമർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് ഇങ്ങനെ വരിക. മുത്തുനബി സ്വഹാബത്ത് അവിടെ ഉണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു പുറത്തുണ്ട്. അപ്പൊ ഹംസ റളിയല്ലാഹു അൻഹു ഈ നൃത്തം തന്നെ ഇങ്ങനെ നിന്ന്. ഉമർ റളിയല്ലാഹു അൻഹു വന്നു, കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി. അതിനെ മുഹമ്മദ് തങ്ങൾ എവിടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഹംസ റളിയല്ലാഹു അൻഹു ഇവിടെ തന്നെ ഉണ്ടല്ലോ, വാതിലിന്റെ അവിടെ തന്നെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ഈ നൃത്തം ഇങ്ങനെ നിൽക്കാട്ടോ. 2 വാതിൽ മുന്നേ കഴിച്ചാണ്ട് ഈ നൃത്തം നിൽക്കുക. മാറണമെന്നില്ല. സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരാൾ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരാൾ വരുമ്പോ പറയലേ, എക്സ്ക്യൂസ് മീ, ഒന്ന് മാറി നിൽക്കുമോ? കൊണ്ട് ഉള്ളിക്ക് കയറണമെങ്കിൽ ഒരാൾ മാറണ്ടേ? ഇത് മാറണമെന്നില്ല. അത് അവിടെ തന്നെ ആ നൃത്തം ഇങ്ങനെ നിന്ന് ഇങ്ങനെ വന്ന് ഹംസ റളിയല്ലാഹു അൻഹു എന്തേ പോന്നേ? ആരുടെ? ഉമർ ഖത്താബ് തങ്ങളോടെ. എന്തേ പോന്നേ? അപ്പൊ ഒന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ എന്ന ചെറുപ്പക്കാരൻ മുത്തുനബിന്റെ മുമ്പിൽ വന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം കണ്ടപ്പോ, മുത്തുനബിയുടെ പ്രകാശിക്കുന്ന മുഖം കണ്ടപ്പോ, മുത്തുനബിയുടെ സുന്ദരമായ മുഖ മുന്നിൽ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ എത്തിയപ്പോ എന്ന കാര്യം മറന്നുപോയി.
അങ്ങനെയാണല്ലോ. നമ്മൾ കുറെ കാര്യം പറയാൻ ചിലപ്പോ ഉസ്താദിന്റെ മുമ്പ് അല്ലെങ്കിൽ ഡോക്ടറെ മുമ്പ് ചില ആളുകളൊക്കെ ഒന്നും പറയില്ല. കുറെ ചില ചെറുപ്പക്കാരല്ലേ ചില ഉമ്മാര് സാറേ കുറെ പറയണമെന്ന് കരുതിയിട്ടാ വന്നത്, നിങ്ങളെ മുന്നിലെത്തിയപ്പോ ഒക്കെ മറന്നുപോയി അല്ലെങ്കിൽ ഡോക്ടറെ അടുക്കൽ പോയി കുറെ രോഗമൊക്കെ ഉണ്ടാവും, കുറെ പറയണമെന്ന് കരുതിയിട്ടാ വന്നത്. പക്ഷെ നിങ്ങളെ മുമ്പിലായിട്ട് ഇരുന്നപ്പോ ഒക്കെ പറയാനാണ് മറന്നുപോയി. ചിലത് അങ്ങനെയാണ്. അപ്പൊ എല്ലാം മറന്നുപോയി. മുത്തുനബിയുടെ തലയെടുക്കാൻ ചെന്ന ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ചെറുപ്പക്കാരൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സുമ്മൽ റിളാ النبي بكر والعمري والعلي وعن عثمان ذي الكرم ചൊല്ലു മൗലായ സല്ലി. നിങ്ങൾ ചൊല്ലി, നിങ്ങൾ ഇങ്ങനെ മുണ്ടാരക്കില്ല, ഇടക്കും ഇങ്ങോട്ടും വരട്ടെ. ചൊല്ലി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം സഅദിൻ സഈദ് സുബൈറിം തൽഹത്തി വഅബി ഉബൈദത്തി വബിനി ഫിൽ ആശിരിൽ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൽ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹുവേ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച 10 പ്രഗൽഭരായ സ്വഹാബത്തുണ്ട്. അതിൽ നിന്ന് പ്രമുഖനാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ധിക്കാരിയായ അബൂജഹലിന്റെ വാക്ക് കേട്ടിട്ട് വെല്ലുവിളി ഏറ്റെടുത്ത് ആരംഭ റസൂലുള്ളാഹിന്റെ ശിരസ്സെടുക്കുമെന്ന് പറഞ്ഞിട്ട് മക്കാ പട്ടണത്തിലൂടെ മുത്തുപ്രവാചകന്റെ കബന്ധം ഞാൻ വിച്ഛേദിക്കുമെന്ന വെല്ലുവിളിയോടെ ഹബീബായ തങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മനസ്സിലേക്ക് അല്ലാഹു സ്നേഹം ഇട്ട് കൊടുക്കുകയാണ്. ആ മനസ്സ് പെട്ടെന്ന് മാറാ കാരണം എന്താണ്? ഹബീബായ തങ്ങളുടെ സ്നേഹത്തോടെയുള്ള പുഞ്ചിരിയാണ്. അല്ലാഹുവേ, അവിടുത്തെ ജീവിതം തന്നെ വലിയ അത്ഭുതമല്ലേ? അവിടുത്തെ ജീവിതം തന്നെ വലിയ അത്ഭുതമല്ലേ? തന്റെ തലയെടുക്കാവുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മുന്നിൽ ഒളിച്ചോടാതെ ഉമറാണ് വരുന്നതെന്നറിഞ്ഞിട്ട് മക്കയിലുള്ള സഫാ കുന്നിന്റെ താഴ്വരയിൽ നിന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാതെ ധൈര്യത്തോടെ നിന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്ന ശത്രുവിന്റെ മുഖത്ത് നോക്കി ഉമറിനെ ഒന്നും ചെയ്യണ്ട, ഉമർ ഇങ്ങോട്ട് വരട്ടെ എന്ന് സ്നേഹത്തിന്റെ വാക്കിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മനസ്സിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ സ്നേഹത്തിന്റെ വാക്കടിച്ചു കയറ്റി അല്ലാഹുവിന്റെ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ ഉമയ്യത്തിന്റെ പീഡനത്തിൽ മുത്തു റസൂലുള്ളാഹിന്റെ അല്ലാഹു അക്ബർ എന്ന ആദർശത്തിലേക്ക് കടന്നു വന്ന മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് അല്ലാഹു അക്ബർ എന്ന ഖുർആനിന്റെ വചനം ഇറങ്ങിയപ്പോ ബിലാൽ റളിയല്ലാഹുവിന്റെ മനസ്സിലേക്ക് അല്ലാഹു ഈമാനിന്റെ മാധുര്യം കൊടുത്തെങ്കിൽ ഓരോ സഹാബത്തും അങ്ങനെയാ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ആ
പ്രിയപ്പെട്ട സ്വഹാബിയുടെ മനസ്സിലേക്ക് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിന്റെ ഈണത്തിന്റെ മനോഹരമായ ഖുർആനിന്റെ പ്രകാശം കൊടുത്തപ്പോ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രകാശം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മനസ്സിലേക്ക് അങ്ങ് അടിച്ചു വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശിക്കുന്ന മുഖത്തിന്റെ പ്രകാശം മുത്തു റസൂലുള്ളാഹിന്റെ പ്രകാശം ഖുർആനിന്റെ പ്രകാശം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മനസ്സിലേക്ക് അങ്ങ് അടിച്ചു വന്നപ്പോ ആ കട്ടി പോലെ ഉറച്ചു നിന്ന മനസ്സിന് അല്ലാഹു മാറ്റം കൊടുക്കുകയാണ്. ആ പാറ പോലെ ഉറച്ച മനസ്സിന് അല്ലാഹു മാറ്റം കൊടുക്കുകയാണ്. ആ മനസ്സിന് അല്ലാഹു ഈമാനിന്റെ പ്രകാശം കൊടുക്കുകയാണ്. റബ്ബേ ഇത് വല്ലാത്ത ഒരു മതമാണ് അല്ലാഹ്, ഇത് വല്ലാത്തൊരു ആദർശമാണ് അല്ലാഹ്. പരിശുദ്ധ ഖുർആനിന്റെ പ്രകാശവും മുത്തുനബിയുടെ ഈമാനിന്റെ പ്രകാശം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ആ ഉറച്ചു നിന്ന മനസ്സിന് അല്ലാഹു മാറ്റം കൊടുത്തെങ്കിലേ അങ്ങനെ ഇസ്ലാമിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കടന്നുവരവ് ശത്രുക്കളെ മുന്നിൽ വീണ്ടും വഷളാക്കുകയാണ്. ഉമർ മുസ്ലിമായി, ഉമർ മുത്തുനബിയുടെ അനുയായി എന്ന വിവരം അറിഞ്ഞപ്പോ അബൂജഹലിന് ഇവിടെ സമാധാനമില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അഥവാ ഖുറൈശികൾക്ക് ഇവിടെ സമാധാനമില്ല. ഉമറിനെ വെറുതെ വിടാൻ പാടില്ല, ഉമറിനെ വെറുതെ വിടാൻ പാടില്ല, ഉമറിനെ വെറുതെ വിടാൻ പാടില്ല. ശത്രുക്കൾ വീണ്ടും മീറ്റിംഗ് കൂടുകയാണ്. മുത്തുനബിയുടെ തലയെടുക്കാൻ വേണ്ടി പോയതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചരിത്രം വിശാലമായി പറയുന്നുണ്ട്, ചുരുക്കിയിട്ട് പോയിന്റിലേക്ക് വരാം. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ മുത്തുനബിന്റെ മുമ്പിൽ വരുന്നവരൊക്കെ പരിശുദ്ധ ദീനിലേക്ക് ഇങ്ങനെ വരികയാണ്. പിന്നെ ശത്രുത പിന്നെയും കൂടി. അപ്പോ അബൂജഹൽ ഉമർ ഖത്താബ് തങ്ങളെ സോപ്പിടാൻ ഒരു മാർഗം ഇറക്കി. അപ്പൊ ഉമർ തങ്ങള് ഇസ്ലാമിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോ ഒന്നുകൂടി ഖുറൈശികൾക്ക് ഹാലിളകി. ഖുറൈശികൾ പറഞ്ഞു ഓൻ അങ്ങോട്ടാട്ടും എടുത്ത് ഉമറായിട്ടും കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞു. അബൂജഹൽ ഉമർ ഖത്താബ് തങ്ങളെ മുമ്പെന്ന് പറഞ്ഞു, നിങ്ങള് ഉമറിന്റെ വിഷയത്തിൽ ആരും ഇടപെടണ്ട, ഉമർ തങ്ങൾ എന്റെ കുടുംബാണ്, അതുകൊണ്ട് ഉമർ തങ്ങളുടെ വിഷയം ഞാൻ ഏറ്റെടുത്തു, ഞാൻ എനിക്ക് സംരക്ഷണം നൽകാം. പക്ഷേ ഇത് മുത്ത് തങ്ങളെ മുഹമ്മദ് തങ്ങളെ മതത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരണം എന്ന് പറഞ്ഞു. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇല്ല, എനിക്ക് ആരും സംരക്ഷണം വേണ്ട, ഞാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധ ദീനിലേക്ക് ചേർന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും പരിശുദ്ധ ദീനിലേക്ക് വന്നു. ചരിത്രം ചുരുക്കി പറയുന്നു, അങ്ങനെ മക്കയിൽ കുറെ പ്രശ്നങ്ങളും കുറെ പ്രയാസങ്ങളും പീഡനങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച് ഇനിയും അതിന്റെ ഇടയ്ക്ക് ത്വൽഹത്ത് റളിയല്ലാഹുവിന്റെ ചരിത്രം പറയാണ്ട്, കുറെ ചരിത്രം, ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിസാന്റെ ചരിത്രം പറയാണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയണം. കുറെ പറയുമ്പോൾ നമ്മൾ ബദറിലേക്ക് എത്തൂല. അതുകൊണ്ടാണ് അങ്ങനെ അൽഹംദുലില്ലാ മുത്തുനബി മദീനയിലേക്ക് പോയി, മദീനയിലേക്ക് ഹിജറ പോയി. മദീനയിലെത്തിയപ്പോൾ അൽഹംദുലില്ലാ വളരെ റാഹത്തുള്ള സന്തോഷ ജീവിതം. അവിടെ ചീത്ത പറയാൻ ആളില്ല, കല്ലെറിയാൻ ആളില്ല, കുറ്റപ്പെടുത്താൻ ആളില്ല. അല്ലാഹുവേ, എന്തെല്ലാം സൗകര്യങ്ങളാണ് മദീനയിലെത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചത്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ وجب شكر علينا ماذا لله داعي. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രം ചുരുക്കി പറയുന്ന മദീനയിലേക്ക് എത്തിയപ്പോ മദീനയിൽ സുന്ദരമായ സ്വീകരണങ്ങളാണ്, മദീനയിൽ നല്ല മനോഹരമായ സ്വീകരണങ്ങളാണ് ആരംഭ റസൂലുള്ള ഏറ്റുവാങ്ങുകയാണ്. മദീനയിലെത്തി മദീനയിലെ അൻസാരികളായ പ്രിയപ്പെട്ട ജനങ്ങളെ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബിയേ
എന്ത് വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഞങ്ങള് തയ്യാറ് ചെയ്തു തരാ റസൂലേ, എന്ത് സൗകര്യം വേണമെങ്കിലും തങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരാ നബിയേ എന്ന് പറഞ്ഞിട്ട് ആരംഭ റസൂലുള്ളാഹിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. മഹാനരായ സയ്യിദനാ മുത്തു റസൂലുള്ളാഹിക്ക് ചെയ്തു കൊടുക്കുകയാണ്. മദീനയിലെ അൻസാരികളായ പ്രിയപ്പെട്ട ജനങ്ങളെ, അങ്ങനെ മദീന സന്തോഷമായി, മദീനയിൽ റാഹത്തായി, മദീനയിൽ സുന്ദരമായ നിമിഷങ്ങളാണ്. പിന്നെ മദീനയിൽ റാഹത്തുള്ള ജീവിതമാണ്. പിന്നെ ഓരോ ദിവസവും ഓരോരുത്തരും മുത്തുനബിയുടെ മുന്നിൽ വരികയാണ്. അവരുടെ രോഗങ്ങളെ, അവരുടെ വിഷമങ്ങളെ, അവരുടെ പ്രയാസങ്ങളെ, അവരുടെ സങ്കടങ്ങളെ, അവരുടെ ദുഃഖഭാരങ്ങളെ എല്ലാം ഇവര് ഇറക്കി വെക്കുന്നത് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഒരു രോഗം വരുമ്പോ അവന് മുത്തുനബിയുടെ മുന്നിലേക്ക് ചെന്നിട്ട് പറയാണ്, നബിയേ എനിക്കുള്ളത് വാഗ് ചെയ്ത് തരാമോ നബിയേ, ഞങ്ങളെ രോഗം മാറണം നബിയേ, ഞങ്ങളെ കഷ്ടപ്പാട് മാറണം നബിയേ, നമ്മുടെ പ്രയാസങ്ങൾ മാറണം നബിയേ. സാദാത്യങ്ങൾ അടുക്കൽ പോയി, ഉസ്താദ്മാർ അടുക്കൽ പോയിട്ട് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മളെ മുത്തുനബിയോട് പറയാറില്ലേ? ഉസ്താദ്മാരോട് നമ്മൾ പറയാറില്ലേ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് പോയി പഴയകാലത്ത് മുത്തു റസൂലുള്ളാഹിന്റെ മുമ്പിൽ പോയിട്ട് ഒരുപാട് ജനങ്ങൾ അവരുടെ വിഷമങ്ങൾ പറഞ്ഞതാ. മുത്തുനബി അവർക്ക് വെള്ളം മന്ത്രിച്ചു കൊടുക്കുകയാ, മുത്തുനബി അവരെ മന്ത്രിച്ചു കൊടുക്കുകയാ, മുത്തുനബി അവർക്ക് ദുആ ചെയ്തു കൊടുക്കുകയാണ്. സുഖമില്ലാത്തവർ വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മന്ത്രിച്ചു കൊടുക്കുമ്പോ അവരെ രോഗത്തിനുള്ള ശിഫ കൊടുക്കുകയാണ്. അവരെ രോഗത്തിനുള്ള ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, മുത്തുനബിയുടെ മന്ത്രത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഉള്ള ശിഫ കൊടുക്കുകയാണ്. കുഞ്ഞുമോനായ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, എനിക്ക് ചെറുപ്പത്തിലെ ഒരു തലവേദനയുണ്ടായിരുന്നു. ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ എനിക്ക് തലവേദനയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ എന്റെ തലവേദനയുടെ വിഷയം ഞാൻ പറഞ്ഞപ്പോ ആരംഭ റസൂലുള്ളാഹ് അവിടുത്തെ പരിശുദ്ധമായ രണ്ട് വിരലുകൾ കൊണ്ട് എന്റെ തലയുടെ ഭാഗത്ത്, നെറ്റിയുടെ രണ്ട് ഭാഗത്ത് പിടിച്ചുകൊണ്ട് എന്തോ ചൊല്ലി മന്ത്രിച്ചിട്ടല്ല മന്ത്രിച്ചു തരികയാണ്. പിന്നെ എനിക്ക് ആ തലവേദന എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണല്ലോ സാദാത്യങ്ങളെ മുമ്പിൽ ചെല്ല്, ഉസ്താദുമാരുടെ മുന്നിൽ ചെല്ല് നമ്മുടെ വിഷമങ്ങൾ നമ്മളെ പറയുന്നത്, നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ വേണ്ടി നമ്മളെ പറയുന്നത്. അവര് ദിക്ർ ചൊല്ലി നമ്മെ മന്ത്രിച്ചു തരുമ്പോ, അവര് സ്വലാത്ത് ചൊല്ലി നമുക്ക് മന്ത്രിച്ചു തരുമ്പോ, അവര് ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് മന്ത്രിച്ചു തരുമ്പോ നമുക്കതിലൂടെ അല്ലാഹു നല്ല സമാധാനം തരുമല്ലോ. റബ്ബേ, ഒരുപാട് പ്രതീക്ഷയോടെയാണ് ദിവസം നൂറുകണക്കിന് വിശ്വാസികളെ ഓരോ ദിവസവും മറവിന്നിലാമിന്റെ നിലാമുറ്റത്ത് വന്ന് സങ്കടങ്ങളും വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും പറയുമ്പോ അവരെല്ലാ മടവൂർ ശേഖുനാനത്ത മുസ്ലിമൈത്തിയല്ലേ സ്വലാത്തല്ലേ മന്ത്രിച്ചു കൊടുക്കുന്നു അല്ലാ. അവർക്കെല്ലാം നീ ശിഫ നൽകണേ അല്ലാ, അവർക്കെല്ലാം നീ ശിഫ കൊടുക്കണേ അല്ലാ, അവർക്കെല്ലാം നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നൂറുകണക്കിന് വിശ്വാസികൾ അല്ലാ, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഓരോ ദിവസവും വന്ന് ഇവിടെ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറയുമ്പോ അവർക്കെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് മജ്‌ലിസിൽ വെച്ച ബറക്കത്തിന്റെ വെള്ളമാണ്. അവർക്കെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള മന്ത്രമാണ്, സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ദുആണ്. അല്ലാഹു അവർക്ക് സലാമത്ത് നൽകട്ടെ, അല്ലാഹു അവർക്ക് സലാമത്ത് നൽകട്ടെ. ഇന്നും സുഖമില്ലാതെ എത്രയോ ഉമ്മമാരെ വാഹനത്തിൽ കൊണ്ടുവന്നിരല്ലോ. റബ്ബേ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ക്യാൻസർ വന്ന പൈപ്പിട്ട് കിടക്കുന്ന ആളുകളെ കൊണ്ടുവന്നിരല്ലോ. ക്യാൻസർ വന്ന ഒരു തുള്ളി വെള്ളം പോലും മറക്കാൻ കഴിയാതെ വിഷമിക്കുന്ന മൂക്കിലൂടെ പൈപ്പിട്ട മറ്റൊരു ചെറുപ്പക്കാരിയായ സഹോദരി എന്നിവിടെ കൊണ്ടുവന്നിരുന്നു. എത്രയെത്ര രോഗികളാണ്, എത്രയെത്ര വിഷമമുള്ളവരാണ്, എത്രയെത്ര പ്രയാസമുള്ളവരാണ്. അല്ലാ, ഓരോ ദിവസവും റമദാനാണെങ്കിലും
അല്ലെങ്കിൽ റമദാനിലാവിന്റെ മുറ്റത്ത് വന്ന് അറവിന്ദിലാവിന്റെ മുറ്റത്ത് വന്ന് അവരെ വിഷമം പറയുന്നത് ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി അവർക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുകയാ. പരിശുദ്ധ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട്, മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഒരാളെയും നീ വെറുതെ മടക്കല്ലേ അല്ലാ. ഇന്ന് അൽഹംദുലില്ലാഹ് 7 സഹോദര സഹോദരിമാരെ നമ്മുടെ മജ്ലിസിൽ വെച്ച വെള്ളം ഖുർആനോദി തവസ്സുൽ ബൈത്തുകളിൽ മന്ത്രിച്ച് വെള്ളം കുടിച്ചിട്ട് ഗർഭിണികളായ സന്തോഷവാർത്ത പറഞ്ഞിട്ട് 7 സഹോദര സഹോദരിമാരെന്ന് വന്നിട്ടുണ്ട്. അതിൽ നിന്നൊരു അമുസ്ലിമായ ഒരു ചേച്ചിയുടെ മോളാണ്. അല്ലാഹ് അങ്ങനെ ഓരോ കുടുംബങ്ങൾക്കുള്ള സമാധാനം കൊടുക്കുമ്പോ ഇതെല്ലാം സ്വലാത്തിന്റെ പവറാ, ഇതെല്ലാം ഖുർആനിന്റെ പവറാ, ഇതെല്ലാം ദിക്റിന്റെ പവറാ, ഇതെല്ലാം ഈ ജനലക്ഷങ്ങളുടെ ആമീനിന്റെ ഒരൊറ്റ ബറക്കത്ത് കൊണ്ടാണ്. ഖുത്ബുൽ മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ടാണ്. അല്ലാഹു അവരെയെല്ലാം അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അവരെയെല്ലാം അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അവരെയെല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, അങ്ങനെ മുത്തു റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് മദീനക്കാർ വന്ന് വിഷമം പറയാണ്, നബിയേ എനിക്കൊന്ന് ദുആ ചെയ്തു തരുമോ നബിയേ, എനിക്കൊന്ന് ദുആ ചെയ്തു തരുമോ നബിയേ, എന്റെ രോഗം മാറണം റസൂലേ, എന്റെ വിഷമം മാറണം നബിയേ, എന്റെ പ്രയാസം മാറണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ വന്നതിന് ശേഷം പിന്നെ ജനങ്ങൾ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് എത്ര ആളുകൾക്കാണ് അവിടുന്ന് തണൽ നൽകുന്നത്. ആളുകളെല്ലാം വന്നു, എല്ലാവരും മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും എല്ലാവരും മുത്തുനബിന്റെ മുമ്പിലേക്ക്, നബിയെ എന്നൊന്ന് മന്ത്രിച്ചു തരാം, എന്റെ രോഗം മാറണം, എന്റെ വീട്ടിലെ വിഷമം മാറണം, പ്രയാസം. എത്ര ആളുകൾ മദീനയിൽ. അങ്ങനെ അവർക്കൊക്കെ മാറ്റം കിട്ടി. അവരൊക്കെ പരിശുദ്ധമായ ഹിദായത്തിന്റെ വഴിയിലേക്ക് ഇങ്ങനെ ഘട്ടം ഘട്ടമായി കടന്നു വന്നു. അൽഹംദുലില്ലാഹ്. അങ്ങനെ മദീനയിൽ സന്തോഷത്തോടെ സന്തോഷ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റാഹത്തോടെയുള്ള ജീവിതം നയിക്കാൻ ഇൻഷാ അല്ലാഹ്. ഇനിയാണ് പ്രിയപ്പെട്ടവരെ, ഇനി അങ്ങനെ മദീനയിൽ സ്വൈര്യമായിട്ട് മുത്തുനബി റാഹത്തായിട്ട് മുന്നോട്ട് പോവാണ്. പക്ഷേ അപ്പോഴും മുത്തുനബിന്റെ നാട്ടുകാരായ ഈ ഖുറൈശികളായ ശത്രുക്കള് ഓൽക്ക് മുത്തുനബി അവിടെ പോയിട്ട് ഉഷാറായ അത് പറ്റൂല. മുത്തുനബിനെ എങ്ങനെയെങ്കിലും തകർക്കണം. അതിന് എന്ത് കളവ് പറഞ്ഞിട്ടാണെങ്കിലും ശരി, എന്ത് കുതന്ത്രം ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരി, ആരെ പോയിട്ട് എന്ത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ശരി. മദീനത്തെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഓല് തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. മുത്തുനബിനെ അവിടെ നിർത്തരുത്, മുത്തുനബി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓല് പറയണ വാക്ക് വേറെയാണ്. പക്ഷെ നമുക്ക് മുത്തുനബി അല്ലേ, നമുക്ക് അവർക്ക് മുത്തുനബിയോടുള്ള അസൂയ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രചരിപ്പിക്കുന്ന മതത്തിനോടുള്ള അസൂയ, അത് ഇവിടെ തകർന്നു പോകണം. എന്തെല്ലാം കോപ്രായങ്ങളും ഒരു കാട്ടിക്കൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമല്ല, മുത്തുനബി അംഗീകരിച്ച ഓരോ സ്വഹാബത്തിനെയും അവരെ കുടുംബത്തെയും അവരെ ആക്രമിച്ചു. ഈ പോന്ന തക്കത്തിന് പോലെ എന്ത് ചെയ്തു, മുത്തുനബിന്റെയും സ്വഹാബത്തിന്റെ ഒക്കെ സ്വത്ത് പോലെ മോഷ്ടിച്ചു. അത് വല്ലാത്ത പരിപാടിയാണല്ലോ അല്ലേ, വല്ലാത്തൊരു പരിപാടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെ ഒക്കെ കുറെ സ്വത്തുണ്ടേനല്ലോ. കുറെ സ്വത്തൊന്നുമില്ല, കുറച്ച് സ്വത്ത്, ഉള്ള സ്വത്ത്. ആ ഉള്ള സ്വത്ത് ഖുറൈശികള് ഓല് കൈക്കലാക്കി. ആ ഓലത് കൈക്കലാക്കി, ഓലത് എടുത്തിട്ട് അത് വിറ്റിട്ട് അതുകൊണ്ട് കച്ചവടം നടത്താം. അതെങ്ങനെ പറ്റുമോ? നാട്ടിൽ നിന്ന് ഏതായാലും പോന്നു, ശേഷം നാട്ടിൽ തിരിച്ചെല്ലൂലാന്ന? അങ്ങനെയല്ലല്ലോ, നമ്മളെ നാടല്ലേ. നമ്മളെ നാടാകുമ്പോ അങ്ങനെയാണല്ലോ. ഏത് കൊല കൊമ്പം വന്നിട്ടും ആരാന്ന് ചോദിച്ചാൽ അത് ഞാനാണെന്ന് പറയലോ. നാട്ടിലാവുമ്പോ നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ ഹബീബിന്റെയും പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെയും സ്വത്തവരെ മോഷ്ടിച്ച് അവര് കൊള്ളയടിച്ചിട്ട് അതുകൊണ്ട് കച്ചവടം നടത്തുക. എന്നിട്ട് ആ സ്വത്ത് കൊണ്ട് മുത്തുനബിയെയും അനുയായികളെയും ആക്രമിക്കാൻ വേണ്ടി പ്ലാൻ ഇടുക. അബൂജഹലും കൂട്ടുകാരും. അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ, സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. അങ്ങനെ ആ ഒരു ചിന്ത
ഖുറൈശികളുടെ മനസ്സിൽ, ശത്രുക്കളുടെ മനസ്സിൽ വരികയും എങ്ങനെങ്കിലും മുത്തുനബിനെയും സ്വഹാബത്തിനെയും ഇനി വഷളാക്കാൻ അവസരമുണ്ടോ, ഇനി പരാജയപ്പെടുത്താൻ അവസരമുണ്ടോ, അതൊക്കെ നോക്കി നടക്കുകയാണ്. അങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ അഥവാ മുത്തുനബിയുടെയും അനുയായികളുടെയും സ്വത്ത് കൊണ്ട് ആ സ്വത്ത് എടുത്തിട്ട് കച്ചവടം നടത്തി ആ കച്ചവട ലാഭവുമായി തിരിച്ചു വരുന്നുണ്ട്. ആ കച്ചവടത്തിന് മുസ്ലിമീങ്ങളുടെ സ്വത്ത് കൊണ്ടുപോകുന്നുണ്ട് എന്ന വിവരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെയും അടുക്കൽ എത്തിയപ്പോഴാണ് അത് പറ്റൂല, അവിടെ നമുക്ക് തടയിടണം, നമ്മുടെ സ്വത്ത് നമുക്ക് തിരിച്ചു വാങ്ങണം, നമ്മുടെ ഹക്ക് മാത്രം വേറെ ഒന്നും വേണ്ട, നമ്മുടെ ഹക്ക് നമുക്ക് തിരിച്ചു വാങ്ങണം, അത് വാങ്ങിയേ പറ്റൂ, അത് വാങ്ങി തന്നെ വേണം. ആ ഒരു തീരുമാനമാണ് ബദറിലേക്ക് ഇൻഷാ അല്ലാഹ് പോകുന്നത്. അപ്പോ വളരെ ശ്രദ്ധയോടെ നോക്കിക്കുകയും ശ്രദ്ധയോടെ കേട്ടുക. ആ പോയിന്റ് മാത്രം എഴുതുക കേട്ടോ. പോയിന്റ് മാത്രം എഴുതുക. ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് 6 തവണ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ, ശത്രുക്കളെ, മുത്തുനബിയെ വല്ലാതെ ആക്രമിച്ചപ്പോ പിറന്ന നാടായ മക്കയിൽ നിന്ന് മദീനയിൽ വന്ന് മദീനയിൽ എത്തിയതിന് ശേഷം മദീനയിൽ മുത്തുനബിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യേണ്ടി വന്നപ്പോ, അഥവാ മുസ്ലിമീങ്ങളെയും മുത്തുനബിയെയും സ്വഹാബത്ത് ഖുറൈശികൾ വീണ്ടും വീണ്ടും അക്രമങ്ങളും പ്രയാസങ്ങളുമായി ജീവിതം വല്ലാത്ത പ്രയാസത്തിലാക്കി. ആരെ? ഖുറൈശികളെ. അങ്ങനെ ചരിത്രം പറയുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും മക്കയിലെ സ്വത്ത്, മുത്തുനബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭർത്താവ്, നിങ്ങളെ ഭർത്താവ് നിങ്ങളെ കുടുംബസമേതം ഫാമിലി സഹിതം ഗൾഫിൽ പോയി, ദുബൈയിലോ സൗദിയിലോ പോയി. അല്ലേ? പോയിട്ടുണ്ടോ? ഫാമിലി അടക്കം പോയിട്ടുണ്ടോ? ദുബൈയിലും സൗദിയിലൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ പറയാം, ഉംറക്കെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ പോകും. നിങ്ങൾ പോയി വരുമ്പോ തന്നെ നിങ്ങളെ വീട്, നിങ്ങളെ നാട്ടിൽ ആരെങ്കിലും അത് കൊള്ളയടിച്ചു കൊണ്ടുപോയി നിങ്ങൾക്ക് പറ്റുമോ? പറ്റൂല. ആർക്കും പറ്റൂല. നിങ്ങൾക്ക് കുറച്ച് റബ്ബർ തോട്ടമുണ്ട്, നിങ്ങൾ പോയി എന്നപ്പോ തന്നെ ആ റബ്ബർ തോട്ടത്തെ പാലൊക്കെ ആരോ ഊറ്റി പോയിക്കണേ, നിങ്ങൾക്ക് പറ്റൂല. അല്ല, നിങ്ങളെ വീട്ടില് കോയിനെ വളർത്തുന്നുണ്ട്, ആടിനെ വളർത്തുന്നുണ്ട്, നിങ്ങളെ കൃഷി, നിങ്ങളെ സമ്പത്ത് അത് വേറെ ലോല് കൊണ്ടുപോയി, ആർക്കും പറ്റൂല. അത് നമ്മൾ തിരിച്ചു വരുമ്പോ തന്നെ നമ്മളെ സമ്പത്തൊക്കെ എടുത്തിട്ട് വേറെ ലോല് കച്ചവടം നടത്തുക, നമുക്ക് ആർക്കും പറ്റൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട സ്വഹാബത്തും മദീനയിലേക്ക് വന്നതിന് ശേഷം മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും സ്വത്ത് ഖുറൈശികളെ മോഷ്ടിച്ച്, എന്നിട്ടോ അതുമായിട്ട് ഓല് കച്ചവടം നടത്തിയിട്ട് ഓല് സുഖമായിട്ട് ജീവിക്കുക. അത് സമ്മതിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ? പറ്റൂലല്ലോ. നമ്മളെ സ്വത്ത് വേറെ എടുത്തിട്ട് ഓലതുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ പോട്ടെ, പക്ഷെ ഓലതുകൊണ്ട് മുത്തുനബിക്കെതിരെ കളിക്കാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു പേന, ഞാൻ ഉപയോഗിച്ച ഒരു പേന, നല്ല ഒരു പേന, ആ പേന നിങ്ങൾക്ക് ഞാൻ സമ്മാനമായിട്ട് തന്നു, ഇതാ ഈ പേന നിങ്ങൾക്ക് ഞാൻ സമ്മാനമായിട്ട് തരാം. എന്നിട്ട് നിങ്ങൾ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ ആ പേന വാങ്ങി, ആ പേന കൊണ്ട് നിങ്ങൾ എനിക്കെതിരെ എഴുതാണ്. എന്ത്? പിരാന്തൻ സഫ്വാൻ, പൊട്ടൻ സഫ്വാൻ അങ്ങനെ എഴുതിയാലേ എനിക്കത് പറ്റുമോ? അങ്ങനെ എഴുതിയാലും നമ്മൾ ക്ഷമിക്കണം എന്നാണ്. പക്ഷെ സ്വാഭാവികമായിട്ട് ഇപ്പൊ പറ്റും. നമ്മൾ എന്താ ചിന്തിക്കുക, ഓന് ഞാനൊരു പേന കൊടുത്തിട്ട് ആ പേന കൊണ്ട് എനിക്കെതിരെ എഴുതിയേക്കുക, അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ വരാം. അപ്പൊ മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും അനുയായികളുടെയും സ്വത്ത് അവരെ മോഷ്ടിച്ച് അതുമായിട്ട് അവര് കച്ചവടം നടത്തി. അങ്ങനെ കച്ചവടം നടത്തിയിട്ട് ആ സ്വത്ത് കൊണ്ട് മുത്തുനബിക്കെതിരെയും സ്വഹാബത്തിനെതിരെയും അവര് ചെലവഴിക്കുന്നു. അങ്ങനെ വന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ആദ്യമായിട്ട് സരിയത്തുൽ ഹംസ എന്നറിയപ്പെടുന്ന ഒന്നാമത്തെ ഒരു പോർവിളി ചരിത്രം പറയുന്നത് കാണാൻ കഴിയും. ഹംസ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ഹംസ, ഇത് ഹിജറ 1-ാം വർഷത്തിലാണ്. ഹിജറ 1-ാം വർഷം റമദാനിൽ എഴുതി വെക്കണം. ബദർ നടക്കുന്നത് ഹിജറ 2-ാം വർഷം. ഹിജറ 1-ാം വർഷം റമദാനിൽ മുത്തുനബി ഹംസ റളിയല്ലാഹുവിന്റെ കയ്യില് പതാക കൊടുത്തിട്ട് പറഞ്ഞു, ഹംസ, നിങ്ങളും മുഹാജിരീങ്ങളും ഖുറൈശികളെ കച്ചവടത്തിന് പോകുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ സമ്പത്ത് മോഷ്ടിച്ചിട്ടാണ് അവര് പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ ഒരു പോർവിളി നടന്നത് ഹിജറ 1-ാം വർഷം റമദാനിലാണ്.
ഷാമിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങുന്ന അബൂജഹലും 300 പടയാളികളും 300 യാത്രക്കാരും മടങ്ങുന്ന ശത്രുക്കളുടെ ഒരു സംഘത്തെ തടയാൻ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ചെറിയ ഒരു പോർവിളി അവിടെ നടക്കുകയാണ്. അങ്ങനെ ഒരു സമുദ്ര തീരത്ത് വെച്ചിട്ട് അവരെ കണ്ടുമുട്ടി. ചെറിയൊരു യുദ്ധത്തിനും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോർവിളിക്ക് വേണ്ടി ഒരുങ്ങിയപ്പോ അവിടെ മജിദി ഇബ്നു അംർ എന്ന് പറയുന്ന ഒരാൾ ഇടപെട്ടിട്ട് മദ്യം പറഞ്ഞു, ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, പോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമൊന്നും വേണ്ട. അങ്ങനെ ഒരു പിരിഞ്ഞു പോന്നു. അത് ഒന്നാമത്തതാണ്. അന്ന് പതാക പിടിച്ചത് അബൂ മർസൂദ് റളിയല്ലാഹു അൻഹു ആണ്. ഒന്നാമത്തെ പോർവിളിയിൽ പതാക പിടിച്ചത്. പിന്നെ ഹിജറ 1-ാം വർഷം ശവ്വാലിൽ തന്നെ രണ്ടാമതൊരു പോർവിളി നടന്നു. രണ്ടാമതൊരു പോർവിളി, അതിൽ അമീറായിരുന്നത്, ഞാൻ ചുരുക്കി പറയുള്ളൂ, നേരത്തെ ഞാൻ കുറെ വിശദീകരിച്ചൊക്കെ പറഞ്ഞിനി, ഞാൻ ചുരുക്കി പറയണേ, കാര്യം എഴുതെടുത്തോളെ, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. ഞാൻ കൊയങ്ങി, ഈ പറയണ തന്നെ രണ്ടാമത് മടക്കി പറയുമ്പോഴേ വല്ലാത്ത പ്രയാസ. അപ്പൊ കേട്ടോളി, ഹിജറ 1-ാം വർഷം ശവ്വാലിൽ തന്നെ ബഹുമാനപ്പെട്ട ഉബൈദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു 60 അണികളും അടങ്ങുന്ന പ്രിയപ്പെട്ട സ്വഹാബത്ത് അന്ന് പതാക പിടിച്ചിരുന്നത് ബഹുമാനപ്പെട്ട മിസ്തഹ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ പോർവിളിയിൽ പതാക പിടിച്ചതാരാണ്? ബഹുമാനപ്പെട്ട മിസ്തഹ് റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ പോർവിളിയിൽ പതാക പിടിച്ചതാരാ? ആരാണ് ഒന്നാമത്തെ പോർവിളിയിൽ പതാക പിടിച്ചതാരാ? ആരാ പറയാ? ഞാനിപ്പോ പറഞ്ഞു, ഒന്നാമത്തെ പോർവിളിയിൽ പതാക പിടിച്ചത് ആരറിയോ? ആരാണ്? ആരാ പറയാ? നോക്കട്ടെ. ഹംസ റളിയല്ലാഹു അൻഹു നേതൃത്വമായിരുന്നു, പക്ഷെ പതാക പിടിച്ചതാരാ? ഹംസ റളിയല്ലാഹു അൻഹു നേതൃത്വം, പക്ഷെ പതാക വേറെ ആളെ കയ്യിലാണ്. ഉണ്ടോ? അറിയില്ല. ഞാൻ നിർത്തി പോവാണ്. ഒറ്റ ഉത്തരം അറിയില്ല. ഇവിടെ ആരോ പറഞ്ഞു. ഓക്കെ. അബൂ മർസൂദ് റളിയല്ലാഹു അൻഹു. എന്നാ ബാക്കി പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അബൂ മർസൂദ് റളിയല്ലാഹു അൻഹു എഴുതിച്ചോളി. 1-ാം വർഷം ശവ്വാലിൽ തന്നെ രണ്ടാമത്തെ പോർവിളിയിൽ പതാക പിടിച്ചത് മിസ്തഹ് റളിയല്ലാഹു അൻഹു ആണ്. മിസ്തഹ് റളിയല്ലാഹു അൻഹു അന്ന് ചെറിയൊരു അമ്പ് പ്രയോഗം ശത്രുക്കളായിട്ട് നടന്നു. ബദർ നടന്നിട്ടില്ല, അതിന്റെ മുമ്പാണത്. ബദർ നടക്കുന്ന മുമ്പേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പോർവിളി ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു 60 സ്വഹാബത്തും അന്ന് ആദ്യമായിട്ട് മുത്തുനബിയുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായിട്ട് അമ്പ് പ്രയോഗം നടത്തിയത് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ അന്ന് രണ്ടാമത്തെ പോർവിളി കഴിഞ്ഞ് മടങ്ങി പോരുമ്പോ ഖുറൈശികളെ കൂട്ടത്തിൽ നിന്ന് 2 ആളുകള് സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങോട്ട് പോന്നു. എങ്ങോട്ട്? മദീനയിലേക്ക് പോന്നു. അൽഹംദുലില്ലാഹ്, അത് മുതലായി. പിന്നെ മൂന്നാമത്തെ ഒരു പോർവിളി നടന്നു. അത് ഹിജറ 1-ാം വർഷം ദുൽഖഅദ് മാസത്തിൽ, ഹിജറ 1-ാം വർഷം തന്നെ. അതിന്റെ അമീർ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു 20 അണികൾ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തും തങ്ങളെ പിടികൂടാൻ വഴിയിൽ കാത്തിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ, കറാറ് താഴ്വരയുടെ പരിസരത്ത് അവർ ഇരിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ശത്രുക്കൾ അവിടുന്ന് വെല്ല മുങ്ങി. മൂന്നാമത്തെ പോർവിളി അവരങ്ങനെ പോയി. പിന്നെ 4-മതൊരു പോർവിളി നടന്നു. ഹിജറ 2-ാം വർഷം സഫർ മാസത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് സ്വഹാബത്തിന്റെ കൂടെ ആ യാത്രയിൽ ഉണ്ടായിരുന്നു. അന്നേ മുത്തുനബി പോരുമ്പോ മദീനയിൽ ഒരു പ്രതിനിധി ഏൽപ്പിച്ചു. അതാരാ? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരു പ്രതിനിധിയായി നിർത്തിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ നിന്ന് സ്വഹാബത്തിന്റെ കൂടെ ശത്രുക്കളെ തടയാൻ വേണ്ടി പുറപ്പെട്ടത്. ഹിജറ 2 സഫർ മാസത്തിലാണ്. പിന്നെ 5-മതൊരു പോർവിളി ചരിത്രത്തിലേക്ക് വരുന്ന 5-മതൊരു പോർവിളി എന്ന് പറഞ്ഞാൽ എന്താണ്? പോർവിളി എന്ന് പറഞ്ഞാൽ യുദ്ധം നടന്നിട്ടില്ല, യുദ്ധത്തിനുള്ള ഒരു സന്നാഹം നമ്മൾ പറയല്ലേ, യുദ്ധത്തിനുള്ള അല്ലെങ്കിൽ ഒരു ഒരുക്കം അഥവാ തടയ, അതിനൊക്കെയാണ് പോർവിളി എന്ന് പറയാം. തടയ കേട്ടോ, ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ തടയുന്നതിനാണ് പോർവിളി. പോർവിളി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ആരടാ ഞാനടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഇതുണ്ടല്ലോ, അതിനാണ് പോർവിളി എന്ന് പറയാം.
ഹിജറ 2-ാം വർഷം റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു പോർവിളി ഉണ്ടായി. കൂവാത്ത് മലയുടെ സമീപത്ത് വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 200 സ്വഹാബത്തും അടങ്ങുന്ന ഒരു സംഘം. അന്ന് പതാക പിടിച്ചിരുന്നത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആണ്. സഅദ് റളിയല്ലാഹു അൻഹു അന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മടങ്ങി പോന്നു. അത് ഹിജറ 2-ാം വർഷം റബീഉൽ അവ്വലിലാണ്. പിന്നെ 6ാമത് പഞ്ച് പോർവിളിയിലെ 6ാമതൊരു പോർവിളി ഉണ്ടായി. ഞാൻ നേരത്തൊക്കെ വിശദീകരിച്ചിരുന്നു. ഇപ്പൊ ചുരുക്കി പറയണം. ഹിജറ 2-ാം വർഷം തന്നെ ജമാദുൽ അവ്വലിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 150 സ്വഹാബത്തും അടങ്ങുന്ന ഒരു സംഘം. എന്താ ഉദ്ദേശം? ഷാമിലേക്ക് പോകുന്ന ഖുറൈശി സംഘത്തെ തടയാൻ. ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകുന്ന ഖുറൈശി സംഘം മുത്തുനബിയുടെയും അനുയായികളുടെയും സ്വത്തെടുത്തിട്ട് ആ സ്വത്ത് കച്ചവടം നടത്താൻ മക്കയിൽ നിന്ന് ഖുറൈശി സംഘം ഷാമിലേക്ക് പോകുന്നു എന്ന വിവരം അറിഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബും പ്രിയപ്പെട്ട സ്വഹാബത്തും മുഹാജിരീങ്ങളും കാത്തിരുന്നു. അന്ന് പതാക പിടിച്ചത് മഹാനായ സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹു അൻഹുവിലൊക്കെ കൂടെയുണ്ട്. ഹംസ റളിയല്ലാഹുവിന്റെ കയ്യിൽ പതാക കൊടുത്തിട്ട് പറഞ്ഞു, ഹംസ നമുക്ക് പോകണം, ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന ഖുറൈശി സംഘത്തെ തടയണം. അപ്പോ ഇതെങ്ങനെ തടയണം എന്ന് പറയുമ്പോ നമ്മൾ ചില ആളുകൾ കരുതും, കണ്ടോ തടയാൻ ആരാ ഫസ്റ്റ് വന്നത്? മുത്തുനബി അല്ലേ, സ്വഹാബത്തല്ലേ, മുസ്ലിമീങ്ങളല്ലേ? തെറ്റിദ്ധരിക്കണ്ട. അന്ന് മുത്തുനബി തടയാൻ വന്നത് മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും സ്വത്തെടുത്തിട്ട് ആ സ്വത്ത് കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോയപ്പോഴാണ് തടഞ്ഞത്. മുസ്ലിമീങ്ങളുടെ സ്വത്ത് മോഷ്ടിച്ച് ആ സ്വത്ത് കച്ചവടത്തിന് കൊണ്ടുപോയാൽ തടയണല്ലോ, അവരുടെ ഹക്കല്ലത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും തങ്ങളെ തടയാൻ നിൽക്കുന്നു എന്നറിഞ്ഞപ്പോ അബൂ സുഫിയാനും ടീമും അവിടുന്ന് രക്ഷപ്പെട്ടു. അബൂ സുഫിയാനും ടീമും അവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ചരിത്രം പറയുന്നത് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ശത്രുക്കളും മടങ്ങി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉശൈറയിൽ എത്തിയപ്പോ അവര് ഷാമിലേക്ക് രക്ഷപ്പെട്ടു പോയി. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നമുക്ക് വെയിറ്റ് ചെയ്യണം, നമുക്ക് കാത്തിരിക്കണം, അവര് മടങ്ങി വരും. അവര് മടങ്ങി വരും ഇൻഷാ അല്ലാഹ്. അവര് മടങ്ങി വരുമ്പോ നമുക്ക് അവരെ പിടിക്കണം. നമ്മുടെ സമ്പത്ത് കണ്ടിട്ടല്ലേ അവര് കച്ചവടം നടത്തുന്നത്. അങ്ങനെ ഓല് സുഖമായിട്ട് നിൽക്കണ്ട. ഇൻഷാ അല്ലാഹ് ഓല് മടങ്ങി വരും. അവരെ മടക്കി വരുവിനെ നമുക്ക് പ്രതീക്ഷിക്കണം. എന്നിട്ടോ അള്ളാഹുവിന്റെ റസൂൽ സഅദ് റളിയല്ലാഹു അൻഹു ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും അവരെ നിരീക്ഷിക്കണം. നിങ്ങൾ രണ്ടുപേരും അവര് ശത്രുക്കൾ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വിവരം നിങ്ങൾ രണ്ടുപേരും നിരീക്ഷിക്കണം. ആ നിരീക്ഷണത്തിന്റെ റിസൾട്ട് നിങ്ങൾ തരണം. ബഹുമാനപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹു ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട രണ്ട് സ്വഹാബത്ത് മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുകയാണ്. മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും സ്വത്ത് അപഹരിച്ച് മോഷ്ടിച്ചിട്ട് കച്ചവടത്തിന് ഷാമിലേക്ക് വേണ്ടി പുറപ്പെട്ട ശത്രുക്കളെ മടങ്ങി വരുന്നത് കാത്ത് അവര് മടങ്ങി വരുമ്പോ അവരെ പിടികൂടണം എന്ന നിയത്ത് വെച്ചുകൊണ്ട് അവരെ നീക്കുപോക്കുകളെല്ലാം അറിയണമെന്ന് മനസ്സിലാക്കി മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു രണ്ടുപേരും പരിസരമെല്ലാം നിരീക്ഷിക്കുകയാണ്. അങ്ങനെ അവര് നിരീക്ഷണത്തിൽ അവർക്ക് കണ്ടെത്തി ശത്രുക്കൾ, അല്ലാഹുവേ ശത്രുക്കൾ മടങ്ങി വരുന്നുണ്ട്. 1000 ഒട്ടകങ്ങളാണ് ശത്രുക്കളെ കൂടെയുള്ളത്. 50,000 ദീനാറിന്റെ വലിയ കൂമ്പാരങ്ങളാണ് ശത്രുക്കളെ കയ്യിലുള്ളത്. എങ്ങനെ 1000 ഒട്ടകങ്ങളുണ്ട് ശത്രുക്കളെ കയ്യില്, 50,000 ദീനാറിന്റെ കൂമ്പാരങ്ങളുണ്ട്. മാത്രമല്ല ഈ സമ്പത്തിന്റെ കൂടെ 40 ആളുകൾ മാത്രമാണുള്ളത്. ഉടനെ തന്നെ ഈ വിവരം അറിഞ്ഞപ്പോ മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സഈദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തെത്തി പറഞ്ഞു, നബിയേ ഖുറൈശികൾ മടങ്ങി വരുന്നുണ്ട് നബിയേ. ഷാമിലേക്ക് കച്ചവടത്തിന് പോയ ഖുറൈശികൾ മടങ്ങി വരുന്നുണ്ട് നബിയേ. അവരെ കൂടെ 1000 ഒട്ടകങ്ങളുണ്ട് റസൂലേ. 50,000 ദീനാറിന്റെ വലിയ വലിയ കൂമ്പാരങ്ങൾ അവരെ കയ്യിലുണ്ട് നബിയേ. അതുകൊണ്ട് നബിയേ, പക്ഷേ അത്രയും വലിയ സമ്പത്തിന്റെ കൂടെ 40 ആളുകളാണുള്ളത് നബിയേ. 40 ആളുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് നമുക്കവരെ പിടികൂടാം തങ്ങളെ, നമുക്കവരെ പിടികൂടാം നബിയേ.
ഈ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്തണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനെ വിളിച്ച സ്വഹാബ ഹാദിഹി ഖുറൈശ് ഫീഹാ അംവാലുഹും തഖ്റുജു ഇലൈഹാ ലഅല്ലല്ലാഹ് അയ്യുൻഫിലകുമാ. ഇത് അല്ലാഹു നമുക്ക് തരുന്ന അവസരമാണ് സ്വഹാബ. ഇത് നഷ്ടപ്പെടുത്താൻ പാടില്ല, ഇത് നഷ്ടപ്പെടുത്താൻ പാടില്ല സ്വഹാബ. ഹാദിഹി ഖുറൈശിൻ ഫീഹാ അംവാലുഹും, നിങ്ങളെ സമ്പത്തുമായി ഖുറൈശികളെ മടങ്ങി വരുന്ന സ്വഹാബ. ഷാമിൽ പോയി കച്ചവടം നടത്തി മുസ്ലിമീങ്ങളെ സമ്പത്തുമായി കച്ചവടം നടത്തിയിട്ട് ആ കച്ചവടത്തിന്റെ ലാഭവുമായിട്ട് അവര് തിരിച്ചു വരുന്ന സ്വഹാബ. അവരെ നമുക്ക് പിടികൂടണേ സ്വഹാബ. ഒരിക്കലും ഒരു യുദ്ധം മുത്തുനബി പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു യുദ്ധത്തിന് പോവണമെന്നല്ല അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത്. പക്ഷേ നമ്മുടെ സമ്പത്താണ്, നമുക്ക് അല്ലാഹു തന്ന സമ്പത്ത് അവരെ മോഷ്ടിച്ചു കൊണ്ടുപോയതാണ്. അതുകൊണ്ട് അവരിൽ നിന്നത് തിരിച്ചെടുക്കണം സ്വഹാബ. ഒരു യുദ്ധത്തിനുള്ള മുന്നൊരുക്കം ആരംഭ റസൂലുള്ള നടത്തിയിട്ടില്ല. ഒരു യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനം അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് മുത്തുനബി സ്വഹാബത്തിനോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? സ്വഹാബത്തെ, നമ്മുടെ സമ്പത്തുമായിട്ട് അവരെ മടങ്ങി വരുമ്പോ അവരെ പിടികൂടണം നമുക്ക്. എന്നിട്ട് നമ്മുടെ സമ്പത്ത് അവരെ കയ്യിൽ നിന്ന് നമ്മുടെ ഹക്ക് നമുക്ക് വാങ്ങിയെടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ 313 സ്വഹാബത്ത് മുത്തുനബിയുടെ കൂടെ അണിനിരക്കുകയാണ്. ചരിത്രം പറയുന്ന സ്വഹാബ 313 സ്വഹാബത്തിൽ 64 മുഹാജിരീങ്ങളായ സ്വഹാബത്താ. സ്വന്തം നാടും വീണ സമ്പത്തും കുടുംബമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആരംഭ റസൂലുള്ളാഹിന്റെ കൂടെ മക്കയിലുള്ള മദീനയിലേക്ക് പോയ സ്വഹാബത്തുണ്ടല്ലോ, അവരാണ് മുഹാജിരീങ്ങൾ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക ആദ്യം. മുഹാജിരീങ്ങളും അൻസാരികളും എന്ന് പറഞ്ഞാൽ ആരാ? മുഹാജിരീങ്ങൾ എന്ന് പറഞ്ഞാല് മുത്തുനബിയുടെ കൂടെ ഹിജറ പോയ സ്വഹാബത്ത്. മുത്തുനബിയുടെ കൂടെ അവര് ഹിജറ പോയി, മക്ക വിട്ട് മദീനയിലേക്ക് പോയി. മദീനയിൽ ചെന്നപ്പോ അവിടെ നിന്ന് മുത്തുനബിയുടെ കൂടെ സ്വഹാബത്തുണ്ടല്ലോ, മദീനയിൽ നിന്ന് മുത്തുനബിയെ സഹായിച്ചു, മുത്തുനബിയെയും സ്വഹാബത്തിനെയും ഹെൽപ്പ് ചെയ്ത സ്വഹാബികളാണ് അൻസാരികൾ. ഇനി അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? മനസ്സിലായില്ലേ? ഇനി മുഹാജിരീങ്ങൾ അൻസാരികൾ എന്ന് പറയുമ്പോൾ അതിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. അത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ആന്ന് പറയില്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഒന്നുകൂടി മനസ്സിലാക്കി തരാം. ചില ആളുകൾ ആന്ന് പറയണ്ട്, ചില ആളുകൾ ഇല്ല എന്ന് പറയണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഒന്നുകൂടി മനസ്സിലാക്കി തരാം. മുഹാജിരീങ്ങളായ സ്വഹാബത്ത് എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോ മുത്തുനബിയുടെ കൂടെ ഉണ്ടായിരുന്ന, മുത്തുനബിയുടെ കൂടെ പാലായനം ചെയ്ത സ്വഹാബത്ത്, അവരാണ് ആരെ? മുഹാജിരീങ്ങൾ. അൻസാരികളായ സ്വഹാബത്തോ അള്ളാഹുവിന്റെ ഹബീബ് മദീനത്ത് പോയപ്പോ അവിടെ നിന്ന് മുത്തുനബിയെ സഹായിച്ച് സ്വീകരിച്ച് മുത്തുനബിക്കും സ്വഹാബത്തിനും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് മുത്തുനബിയുടെ കൂടെ കൂടിയില്ലേ മദീനയിലെ ആ നാട്ടുകാരായ സ്വഹാബത്ത്, അവരാണ് അൻസാരികളെ. ഇനി ചരിത്രത്തിലേക്ക് വരാം. അപ്പൊ എത്ര മുഹാജിരീങ്ങളാണ് കൂടെ ഉണ്ടായിരുന്നത്? എത്ര മുഹാജിരീങ്ങൾ ഉണ്ടായിരുന്നത് ബദറിലേക്ക് പോയപ്പോ? ആര് പറയും മറുപടി? വേം പറയും. എത്ര മുഹാജിരീങ്ങൾ ഉണ്ട്? ഇനി എണ്ണം വരട്ടെ. പെട്ടെന്ന് വരട്ടെ. ഉത്തരം തെറ്റാൻ പാടില്ല. 64. മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ ബർക്കത്ത് ചെയ്യട്ടെ. 313 സ്വഹാബത്താണ്. മൊത്തം 313 സ്വഹാബത്താണ്. അപ്പോ 64 മുഹാജിരീങ്ങളായ സ്വഹാബത്ത്. ബാക്കിയുള്ളതൊക്കെ അൻസാരികളാണ്. ബാക്കി ഇപ്പൊ എത്ര ഉണ്ടാവും? അത് നിങ്ങൾ കൂട്ടിക്കോളി, ഒഴിപോലെ നിങ്ങൾ കൂട്ടി കേട്ടോ. പിന്നെ 3 കുതിരകളാണ് ഉണ്ടായിരുന്നത്. എത്ര കുതിരകള്? 3 കുതിരകള്. ശത്രുക്കളെ കയ്യിൽ എത്ര കുതിര ഉണ്ടേനി? ആര് പറയും? ഉത്തരം ആര് പറയും? ശത്രുക്കളെ കയ്യിൽ എത്ര കുതിര ഉണ്ടേനി? സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 കുതിര. അപ്പൊ അത് പറയാം അൽഹംദുലില്ലാ. ശത്രുക്കളെ കയ്യില് 1000 കുതിര ഉണ്ടേനി. മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും കയ്യിലോ എത്ര കുതിര? 3 കുതിര. 3. അതിൽ നിന്ന് 1
എഴുതി വെച്ചോളി. മിഖ്ദാദ് റളിയല്ലാഹുവിന്റെ കുതിരയാണ്. ഒന്ന് മിഖ്ദാദ് റളിയല്ലാഹുവിന്റെ കുതിര. രണ്ടാമത്തേതോ സുബൈർ റളിയല്ലാഹുവിന്റെ കുതിര, സുബൈർ റളിയല്ലാഹു. മൂന്നാമത്തേതോ മർസദ് റളിയല്ലാഹുവിന്റെ കുതിര. മിഖ്ദാദ്, സുബൈർ റളിയല്ലാഹു, പിന്നെ മർസദ്. ഒന്നുകൂടി പറഞ്ഞുതരാം. മിഖ്ദാദ് റളിയല്ലാഹു, സുബൈർ റളിയല്ലാഹു, മർസദ് റളിയല്ലാഹു. ഈ മൂന്ന് സ്വഹാബത്തിന്റെ കയ്യിലായിരുന്നു 3 കുതിര. മൊത്തം ടോട്ടൽ 3 കുതിര, 313 സ്വഹാബത്ത്. അല്ലാഹുവേ, 70 ഒട്ടകങ്ങള്. എത്ര ഒട്ടകങ്ങള്? 70 ഒട്ടകങ്ങള്. ശത്രുക്കളെ കയ്യിലോ 1000 ഒട്ടകങ്ങള്. 1000 കുതിരയല്ല കേട്ടോ, നമ്മൾ നേരത്തെ കുതിര എന്നാ പറഞ്ഞ. 1000 ഒട്ടകങ്ങളായിരുന്നു ശത്രുക്കളെ കയ്യിലുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്, 1000 ഒട്ടകങ്ങളെ ശത്രുക്കളെ കയ്യില്. സ്വഹാബത്തിന്റെ കയ്യിലോ 3 കുതിര, 70 ഒട്ടകം. ചരിത്രം മനസ്സിലായോ? അങ്ങനെ 1000 ഒട്ടകങ്ങളും 50,000 ദീനാറിന്റെ കൂമ്പാരങ്ങളുമായി ഖുറൈശിപ്പട തിരിച്ചു വരുന്നു എന്ന വിവരമറിഞ്ഞപ്പോ ഇവിടുന്ന് 70 ഒട്ടകങ്ങളും 3 കുതിരകളും 313 സ്വഹാബത്തുമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോവുകയാണ്. ബദറിലേക്ക് പുറപ്പെടുകയാണ്. ബദറിലേക്ക് പുറപ്പെടുന്ന അല്ലാഹ് അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ഓരോ ഒട്ടകത്തിന്റെ പുറത്ത് 3 സ്വഹാബത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി യാത്ര ചെയ്യട്ടെ സ്വഹാബാ. ഒരു ഒട്ടകം 3 ആളുകൾക്ക് ഓരി വെച്ചു കൊടുത്തു. 3 ആളുകൾ ഒരു ഒട്ടകത്തിന്മേ. 3 ആളും ഒരുമിച്ചല്ല. എങ്ങനെ? ആദ്യം ഒരാള്, 3 ആൾക്ക് ഒരു ഒട്ടകം. അങ്ങനെ എല്ലാ സ്വഹാബത്തിനും ഓരോ ഒട്ടകങ്ങൾ ഒരു വെച്ചു കൊടുക്കുക. എന്നിട്ട് എങ്ങനെ പോണത്? ഒരു ഒട്ടകത്തിന്റെ പുറത്ത് ഒരാൾ കയറുക, എന്നിട്ട് കുറെ പോകുക. അപ്പൊ 2 ആളുണ്ടാകുമല്ലോ. ഒരു ഒട്ടകത്തുമ്പോ 3 ആളാണല്ലോ. 2 ആള് കുറച്ചു നേരം നടക്കുക. കുറച്ചങ്ങോട്ട് എത്തി ഇവര് കുഴങ്ങുമ്പോ ഒട്ടകത്തിന്റെ മേളിൽ ആള് താഴ്ത്തിറങ്ങുക. 2ാമത്തെ ആള് കയറുക. വണ്ടി പോട്ടെ, പൂവന്നെ. കുറച്ചങ്ങോട്ട് പോയിട്ട് അത് കുഴങ്ങുമ്പോ 2ാമത്തെ ആള് ഇറങ്ങുക. 3ാമത്തെ ആള് ഒട്ടകപ്പുറത്ത് കയറുക. പൂവന്നെ. വാഹനാണെന്ന് കയറിയിട്ട്, ബൈക്കാണെന്ന് കയറിയിട്ട് 3, 4, 5, 6 ആൾക്കാര് ബൈക്കുമ്പോ കയറുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് നിർത്തിക്കൊണ്ടി അല്ലേ? അങ്ങനെ പോണ സ്വഭാവം നിർത്തുക. വാഹനങ്ങൾക്ക് നമ്മള് അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യാൻ പാടുള്ളൂ. ബൈക്കുമ്പോ എത്ര ആൾക്ക് പോവാ? ബൈക്കുമ്പോ പാലക്കാട് ജില്ല വിടി, മറ്റേ ജില്ല ഇങ്ങോട്ട് വരട്ടെ. ബൈക്ക് മാത്രാക്ക് പോവാ? 2 ആൾക്ക്. 2 ആൾക്ക് ഇപ്പൊ എന്ത് വേണം? ഹെൽമറ്റ് അല്ലേ? ഇല്ലെങ്കിൽ നമ്മളെ ക്യാമറ ചേട്ടൻ പണി തരും ഹെൽമറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഉമ്മമാരൊക്കെ നല്ലോണം, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോളെ. പാലക്കാട് ജില്ലയിൽ ഇപ്പൊ ബൈക്കുമ്പോ തന്നെ പോകാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയിലാണ്. അല്ലാഹു നമുക്കൊക്കെ സമാധാനം സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് സമാധാനം തരട്ടെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ബൈക്ക് ഉണ്ടെന്ന് കരുതിയിട്ട് പോവല്ലേ, പോവടാ, ഞാനുണ്ട്, അന്ന് പോവാം. അങ്ങനെ പോവരുത്. ട്രാഫിക് നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതാണ്, ലംഘിക്കരുത്. അപ്പൊ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വഹാബത്ത് 3 ആളുകൾ ഓരോ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ 3 ആള് ഒരുമിച്ച് പോലല്ല കേട്ടോ. 3 ആള് ഒരുമിച്ച് പോലല്ല. ഒരാള് യാത്ര ചെയ്യാ, 2 ആള് നടക്കുക, പിന്നെ 2ാമത്തെ ആള് കയറുക, അടുത്ത ആള് കയറുക, അങ്ങനെ 3 ആളെങ്ങനെ പോവുക. അങ്ങനെ ചരിത്രം പറയുന്നേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ അലി റളിയല്ലാഹു അൻഹു, അബൂ ലുബാബ് റളിയല്ലാഹു അൻഹു അവരിങ്ങനെ നടന്നു പോവുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഒട്ടകപ്പുറത്താണ്. കുറച്ച് കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബാ, ഇനി നിങ്ങൾ ഒട്ടകത്തിന്റെ പുറത്ത് കയറണം, ഞാൻ ഇനി നടക്കാൻ പോവുകയാണ്. സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, നഹ്നു നംശി അൻക യാ റസൂലല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വേണ്ട നബിയേ, വേണ്ട നബിയേ, നിങ്ങൾ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങണ്ട നബിയേ, ഞങ്ങൾ നടന്നു കൊള്ളാം തങ്ങളെ. തങ്ങള് നിങ്ങളെ നേതാവാണ്. തങ്ങളെ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങണ്ട റസൂലേ, തങ്ങൾ ആ ഒട്ടകപ്പുറത്ത് തന്നെ ഇരുന്നോളൂ നബിയേ.
ബദറിലേക്ക് പോകുമ്പോ ആരംഭ റസൂലുള്ള സ്വഹാബത്തിനോട് പറയുന്ന വേണ്ട സ്വഹാബ, അങ്ങനെ പറയല്ലേ സ്വഹാബ, മാ അൻതുമാ ബി അഖ്വാ മിന്നീ വലാ അന ബി അഗ്നാനിൽ അജ്രി മിൻകുമാ. നിങ്ങളെ രണ്ടുപേരും എന്നെക്കാൾ ശക്തന്മാരല്ല, നിങ്ങളും എന്നെ പോലെ തന്നെയാണ്, ഞാനും നിങ്ങളെ പോലെ തന്നെയാണ് സ്വഹാബ. ഒരുപാട് ദൂരം നടന്നുകൊണ്ട് യാത്ര ചെയ്യണ്ടേ സ്വഹാബ, ഞാൻ നടന്നുകൊള്ളാം, എന്റെ ഊഴമെത്തുമ്പോ ഞാൻ നടന്നുകൊള്ളാം സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒട്ടകപ്പുറത്ത് നിന്ന് നിലത്തിറങ്ങുകയാണ്. എന്നിട്ട് അലി റളിയല്ലാഹുവിനോട് പറയാണ്, അലിയെ നിങ്ങൾ കേറ്. അലി തങ്ങൾ പറഞ്ഞു, നബി ഞങ്ങൾ നടന്നോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾ ആ ഒട്ടകപ്പുറത്ത് തന്നെ ഇരുന്നാ മതി. നമ്മൾ പറയാം, ഉസ്താദ് ഇറങ്ങണ്ട, ഉസ്താദ് അവിടെ തന്നെ ഇരുന്നോളി, അറിയില്ലേ നമ്മള് അല്ലേ? അതൊക്കെ പഴയ കാലത്ത്. ഇപ്പൊ ഒന്നല്ല, ഞങ്ങളും ഞങ്ങളെ പോലെയല്ലേ, ഇപ്പൊ അങ്ങനെയായി മാറി. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്, ഉസ്താദ് അവിടെ തന്നെ ഇരുന്നോളി. ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിലേ ഒരു ഉസ്താനെ കാണുമ്പോ അങ്ങനെയാണ്, ഉസ്താദ് അങ്ങോട്ട് വരി, ഇവിടെ ഇരുന്നോളി. ഇപ്പൊ അങ്ങനെയൊന്നല്ല, ഇപ്പൊ നമ്മള് കമ്പിമ പിടിച്ചെങ്ങനെ ഇരുന്നാലും മൂപ്പരെ കണ്ട വായിച്ച ഉണ്ടാവില്ല, പുറത്തൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും. ഇപ്പത്തൊക്കെ കാലം അങ്ങനെയായി മാറി. അങ്ങനെയാണല്ലേ? നിങ്ങളല്ലെങ്കിൽ എല്ലാരും അപ്പൊ നമുക്ക് തിരുത്താം, നിങ്ങളെ പറ്റി കുറ്റം പറയില്ല. കാലഘട്ടം അങ്ങനെയായി മാറി, കാലഘട്ടം അങ്ങനെയായി അല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ നിങ്ങൾ അവിടെ ഇരുന്നോളി, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളി നബിയെ, അള്ളാന്റെ റസൂലെ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കി. മുത്തുനബി ഒട്ടകപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞേ, അത് പറ്റൂല, നിങ്ങളും കയറണം. എന്താ നമ്മളൊക്കെ ഒരേ മരക്ക് തന്നെയാണല്ലോ, പിന്നെ നടന്നു പോയ കൂലി എനിക്കും കിട്ടണം, അപ്പൊ ഞാൻ നടക്കണം. മുത്തുനബി പറയണം, നടന്നു പോയ കൂലി എനിക്ക് കിട്ടണം, അതുകൊണ്ട് ഞാൻ നടക്കണം. പള്ളിയിലേക്ക് പോകുമ്പോ വാഹനത്തിൽ പോകണമെന്ന് നടന്നു പോകണം, രണ്ടാണ്. നടന്നു പോയാൽ അതിന്റെ കൂലി വേറെ കൂടും. പള്ളിക്ക് നടന്നു പോകുമ്പോ ഓരോ സ്റ്റെപ്പിനും ഓരോ കാൽവെപ്പിനും അള്ളാഹു ദോഷങ്ങൾ പുറത്തുവരുന്നതാണ്, ഓരോ കാൽവെപ്പിനും അള്ളാഹു തെറ്റ് പുറത്തുവരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കൊറേ ദൂരം അങ്ങോട്ട് നടന്നാലേ തെറ്റുകളൊക്കെ പൊരുത്തപ്പെട്ടരും. 1 മണിക്ക് തുടങ്ങുന്ന ജുമാക്ക് 3 മണിക്ക് എത്തിയിട്ട് കാര്യമില്ല. കാരണം മഞ്ചേരി അങ്ങാടി കൂടെ എല്ലായിടത്തും കൂടെയും കറങ്ങിയിട്ട് കുറെ നടന്ന തെറ്റുകൾ പൊറുക്കളിയാ എന്ന് പറഞ്ഞിട്ട് അങ്ങാടി മുഴുവൻ നടന്നിട്ട് 2:30 മോലര് ഉസ്താദ് സലാം വീട്ടണ സമയത്തെ പള്ളിക്ക് എത്തിയിട്ട് ഞാൻ കുറെ എവിടെ ഞാനേ മോലേര് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞത് കുറെ നടന്നു പോയാ ദോഷങ്ങളൊക്കെ പൊറുക്കും. അത് പറഞ്ഞിട്ട് അങ്ങാടി കൂടെ ഇങ്ങനെ ഐസ് കൊണ്ടിരുന്ന ഇങ്ങനെ കുറെ ഇതിലൊക്കെ ഇങ്ങനെ മൊബൈലും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് അവിടെ പോയി ബ്ലോഗ് ചെയ്ത് ഞാൻ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ബ്ലോഗ് ചെയ്ത് അവസാനം പള്ളിയിൽ എത്തിയിട്ട് ജുമാ പോയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ കുറെ നടന്നിട്ടാ വന്നത്, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. അത് ആ ടൈമിന് അവിടെ തന്നെ എത്തണം, പള്ളിയിലെത്തണം. അല്ലാതെ കുറെ നടന്ന തെറ്റുകൾ പൊറുക്കൂലേ, എന്നാ നമുക്ക് ഇതിലെ നടക്കടാ എന്ന് പറഞ്ഞ അങ്ങാടി കൂടെ നടക്കരുത്. അങ്ങനെയല്ല പറഞ്ഞത്. നടന്നു പോയാൽ അതിനുള്ള കൂലി, പള്ളിക്ക് നടന്നു പോയാൽ അതിനുള്ള കൂലി കിട്ടും. അപ്പൊ മുത്തുനബി സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ നമുക്ക് എന്ത് ചെയ്യാം, നടക്കാം, നിങ്ങൾ കേറിക്കോളി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പോവുകയാണ്. അല്ലാഹുവേ, ചരിത്രം പറയുന്നത് കാണാം. അങ്ങനെ ബദറിലേക്ക് പുറപ്പെടുകയാണ്. പരിശുദ്ധമായ പുണ്യ റമളാൻ 8-ന്, അതല്ല റമളാൻ 12-നാണെന്ന് ചരിത്രം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബും പ്രിയപ്പെട്ട സ്വഹാബത്തും ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുന്ന അബൂ സുഫിയാനെയും അനുയായികളെയും ഖുറൈശികളെ പിടിക്കാൻ വേണ്ടി മുത്തുനബി വരുന്നു എന്ന വിവരം ആരറിഞ്ഞു? അബൂ സുഫിയാൻ അറിയുകയാണ്. അബൂ സുഫിയാന് വിവരം കിട്ടി. അബൂ സുഫിയാന് വിവരം കിട്ടി. കാരണം ഇവരൊക്കെ അടുക്കൽ എന്തുണ്ട്, അന്ന് മൊബൈലൊന്നും ഇല്ലെങ്കിലും, അന്ന് മൊബൈലും ലൊക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും അവരിതൊക്കെ കണ്ടുപിടിക്കും. ചാരന്മാരെ പറഞ്ഞിട്ട് കണ്ടുപിടിക്കും. മുഹമ്മദ് തങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതേ പ്രകാരം മുത്തുനബിയുടെ സ്വഹാബത്തും അനുയായികളും ഞങ്ങളെ പിടിക്കാൻ കാത്തിരിക്കുന്നു എന്ന വിവരം അബൂ സുഫിയാന് കിട്ടി. അബൂ സുഫിയാനും സംഘവും മടങ്ങിപ്പോരുകയാണ്. മടങ്ങിപ്പോരുമ്പോ എത്ര ഒട്ടകം നമ്മൾ പറഞ്ഞ 2000 അല്ലേ? എത്ര പറഞ്ഞേ? 3000. അബൂ സുഫിയാന്റെ കൂടെ എത്ര ഒട്ടകം ഉണ്ടെന്ന് പറഞ്ഞേ? 4000. എത്രയാണ്?
1000. അപ്പൊ എനിക്ക് വെച്ചതാണ് 1000. അപ്പൊ 1000 ഒട്ടകയായിട്ട് മടങ്ങിപ്പോരല്ലേ? അപ്പൊ ഇവരിവിടെ പിടിക്കാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അബൂ സുഫിയാൻ ആ വിവരം കിട്ടി. അബൂ സുഫിയാൻ ഹിജാസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടികൂടാ കാത്തിരിക്കുന്നു എന്ന വിവരം അറിയുകയാണ്. ഉടനെ തന്നെ അബൂ സുഫിയാൻ തന്നെ സംഘത്തോടെ പറയുകയാണ്, നമ്മൾ ഈ സമയത്ത് അങ്ങോട്ട് യാത്ര തുടരേണ്ട. കാരണം മുഹമ്മദ് തങ്ങളും അനുയായികളും നമ്മ വഴിയരകത്ത് കാത്തിരിക്കുന്നുണ്ട്. അവരെ പിടികൂടിയാ നമ്മുടെ സമ്പത്ത് അവരെ കൊണ്ടുപോകുമല്ലോ. പേടികൊണ്ട് അവരെ പോയില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഉടനെ തന്നെ അബൂ സുഫിയാൻ ചെയ്തതെന്നറിയോ? കൂട്ടത്തിൽ ലംലം എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. എന്ത്? ലംലം എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. ലംലമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ലംലമേ നീ മക്കയിലേക്ക് പോവണം. ലംലമിന്റെ കയ്യിൽ 20 ദീനാറ് കൂലി കൊടുത്ത് ചെറിയൊരു കൈമടക്ക് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കൈമടക്ക് കൊടുത്തിട്ട് പറഞ്ഞു, പിടിച്ചോ. ലംലമിനോട് പറഞ്ഞു, ലംലമേ ഇത് പെട്ടെന്ന് മക്കത്ത് പോണം. അബൂജഹലിനോട് ചെന്നിട്ട് വിവരം പറയണം. എന്ത്? അബൂ സുഫിയാനെയും അനുയായികളെയും പിടികൂടാൻ മുഹമ്മദ് തങ്ങളും സ്വഹാബത്തും വഴിയരികിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വല്ലാത്ത ബേജാറിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് സഹായം കിട്ടണം. കാരണം ഇവരെ കൂടെ 40 ആൾക്കാരല്ലേ ഉള്ളൂ. 1000 ഒട്ടകണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇവർക്ക് പേടിയായി. ഇവര് ലംലമിനോട് പറഞ്ഞു, ലംലമേ നീ മക്കത്തേക്ക് വേഗം ചൊല്ല, പെട്ടെന്ന് മക്കത്ത് പോണം. പെട്ടെന്ന് മക്കത്ത് പോയിട്ട് അവിടെ ചെന്ന് അബൂജഹലിനോട് വിഷയം പറയണം. ഞങ്ങൾ ആകെ ബേജാറിലാണ്. എന്നിട്ടോ ഒരു ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റിയിരുത്തി. ആരെ? ലംലമിനെ. എന്നിട്ട് അബൂ സുഫിയാൻ ചെയ്തെന്തെന്നറിയോ? ആ ഒട്ടകത്തിന്റെ മൂക്കുണ്ടല്ലോ, മൂക്കിന്റെ ഭാഗത്ത് ചെറിയൊരു മുറിവാക്കി. മുറിവ്. എന്നിട്ട് ചോര എങ്ങനെ ഒലിച്ച് ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഒട്ടക കട്ടില് അതൊക്കെ തകർത്ത്. എന്നിട്ട് ലംലമിനോട് അബൂ സുഫിയാൻ ഭയങ്കര ബുദ്ധിമാനാണ്. അബൂ സുഫിയാൻ പറഞ്ഞു, ഈ ഒട്ടക പുറത്ത് പോയാൽ മതി. അപ്പൊ ഇങ്ങനെ ചൊല്ലുമ്പോ ഈ ഒട്ടകത്തിന്റെ മൂക്കൊക്കെ ചെത്തി കിടക്കണ കാണുമ്പോ അബൂജഹൽ മനസ്സിലാക്കുക, അവിടെ എന്തോ ഒരു അപകടം നടന്നിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്, കാര്യം ഗൗരവമാണ്, അതുകൊണ്ട് നമുക്ക് പോവാന്ന് ആര് മനസ്സിലാക്കും? അബൂജഹൽ മനസ്സിലാക്കും. നേരെ മറിച്ച് അബൂജഹൽ ആ സാധനം കണ്ട് പോന്നിട്ടില്ല. കാരണം കിബിറിന്റെ മൂത്താപ്പിയാണ്, പോന്നിട്ടില്ല. അബൂ സുഫിയാൻ അവിടെ കുടുങ്ങട്ടെ എന്ന് ഓനും കരുതും. അപ്പൊ അതുകൊണ്ട് ലംലമേ ഈ ഒട്ടകപ്പുറത്ത് മൂക്കൊക്കെ ചെത്തി അപകടം വരുത്തിയ ഒട്ടകപ്പുറത്ത് നീ മക്കയിൽ ചെല്ല. മക്കയിൽ വേഗം ചെന്നിട്ട് അബൂജഹലിനോടും അനുയായികളോടും സഹായം ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ സഹായം വേണം, ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തണം, മുഹമ്മദ് തങ്ങളുടെയും സ്വഹാബത്തിന്റെയും വലയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ലംലമേ നീ നേരെ മക്കയിൽ പോവണമെന്ന് പറഞ്ഞ് ലംലം എന്ത് ചെയ്തു? നേരെ മക്കത്തേക്ക് പോയി. ലംലം നേരെ മക്കത്തേക്ക് പുറപ്പെടാൻ. പക്ഷേ അതിനിടക്ക് മക്കയിൽ ഒരു സംഭവം ഉണ്ടായി. അതെന്താ? അതുകൂടി ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് ഞാൻ നിർത്തും. വളരെ ശ്രദ്ധിക്കണേ. മഹദിയായ ആതിക ബീബി റളിയല്ലാഹു അൻഹ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി, അല്ലാഹു മഹദിയുടെ കൂടെ നമുക്ക് സ്വർഗ്ഗം നൽകട്ടെ. ആതിക ബീബി റളിയല്ലാഹു അൻഹ തലേ ദിവസം ഒരു സ്വപ്നം കണ്ട്. എന്താ സ്വപ്നം? നിങ്ങൾക്ക് ലംലം മക്കത്ത് എത്തിയിട്ടില്ല കേട്ടോ. ലംലമിനെ മക്കത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളൂ. ആര്? അബൂ സുഫിയാൻ പറഞ്ഞു വിട്ടിട്ടുള്ളൂ. അപ്പൊ ലംലം മക്കയിൽ എത്തുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് മഹദിയായ ആതിക ബീബി റളിയല്ലാഹു അൻഹ ഒരു സ്വപ്നം കണ്ട്. എന്താ സ്വപ്നം? ആതിക ബീബി റളിയല്ലാഹു അൻഹ ആ സ്വപ്നമതാ തന്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. എന്താണ് കണ്ട സ്വപ്നമെന്നറിയോ? ഒരാൾ ഒട്ടകപ്പുറത്ത് വന്ന് അബ്തഹി എന്ന സ്ഥലത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു രംഗം. ഏതോ ഒരാളെ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു വന്ന മക്കയിലെ അബ്തഹി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്. എന്താണ് വിളിച്ചു പറയുന്നത്? വഞ്ചകരെ, നിങ്ങളെ പുറപ്പെടൂ വഞ്ചകരെ, മക്കയിലെ ചതിയന്മാരെ, മക്കയിലെ വഞ്ചകരെ, നിങ്ങൾ മരണത്തിലേക്ക് പുറപ്പെടോ, നിങ്ങൾ മരിക്കാനുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പുറപ്പെടൂ എന്ന് അബ്തഹി എന്ന സ്ഥലത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്ന് വിളിച്ചു പറയുന്ന രംഗം. ലംലം മക്കയിലെത്തുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് മഹദിയായ ആതിക ബീവി റളിയല്ലാഹു അൻഹ സ്വപ്നം കാണുകയാണ്.
എന്നിട്ടോ ഈ ചെറുപ്പക്കാരൻ അബുത്തഹിൽ നിന്ന് നേരെ പോയത് മസ്ജിദുൽ ഹറാമിന്റെ അടുക്കലാണ്. കഅബാലയത്തിന്റെ സമീപത്ത് എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുകയാണ്, മക്കയിലെ കൊലകൊമ്പന്മാരെ, മക്കയിലെ ചതിയന്മാരെ, മക്കയിലെ വഞ്ചകന്മാരെ, മരിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായി കൊള്ളുക. വഞ്ചകന്മാരെ, മരിക്കാനുള്ള സ്ഥലത്തേക്ക് നിങ്ങളെ യാത്രയാവുക. ഈ ചെറുപ്പക്കാരൻ വന്ന ഒട്ടകപ്പുറത്ത് വിളിച്ചു പറയുകയാണ്. ആതിക ബീവി പറയുന്ന തീർന്നിട്ടില്ല. അബുത്തഹിലുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഈ ചെറുപ്പക്കാരൻ അബൂ ഖുബൈസ് പർവ്വതത്തിൽ കയറുകയാണ്. മക്കയിലെ അബൂ ഖുബൈസ് എന്ന സുന്ദരമായ പർവ്വതത്തിന്റെ മുകളിൽ കയറി ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുകയാണ്, മക്കയിലെ വഞ്ചകരെ, നിങ്ങൾ മരണസ്ഥലത്തേക്ക് പുറപ്പെടൂ. വഞ്ചകരെ, നിങ്ങൾ മരണസ്ഥലത്തേക്ക് നിങ്ങൾ പുറപ്പെടുക. ഈ ചെറുപ്പക്കാരൻ 3 സ്ഥലത്ത് വന്നിട്ട് ഈ വിളിയാണ് വിളിക്കുന്നത്. ആന സ്വപ്നം കാണുകയാണ്. മഹദിയായ ആതിക ബീബി റളിയല്ലാഹു അൻഹ സ്വപ്നം കാണുകയാണ്. ആതിക ബീബി റളിയല്ലാഹു അൻഹ അബ്ബാസ് തങ്ങളോട് പറയുന്നു, തങ്ങളെ, ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ് കേട്ടോ, ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ് കേട്ടോ. 3 സ്ഥലത്ത് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്ന സ്വപ്നം കണ്ടിട്ടുണ്ട് തങ്ങളെ, അതുകൊണ്ട് വല്ലാത്ത ഗൗരവമുള്ള വിഷയമാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വിഷയം വലീദിനോട് പറഞ്ഞു. ഈ വല്ലാത്തൊരു സ്വപ്നം കണ്ടതാരാണ്? ആതിക ബീവിയാണ്. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വിഷയം പിന്നെ എന്റെ ആതിക ബീവി ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആരോട് പറഞ്ഞു? വലീദിനോട് പറഞ്ഞു. വലീദ് അതെന്ത് ചെയ്തു? ഉത്തുബനോട് പറഞ്ഞു. ഉത്തുബത്തിനോട് പറഞ്ഞു. ഉത്തുബത്തിനോട് പറഞ്ഞു. ഉത്തുബത്ത് അത് അബൂജഹലിനോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എത്തന്റെ ആളടുത്ത് തന്നെ എത്തി. അപ്പൊ അബൂജഹലിന്റെ അടുത്തല്ലേ എത്തിയത്. അബൂജഹലിന്റെ അടുത്തെത്തി. അബൂജഹൽ പിന്നെ അങ്ങനെയാണല്ലോ, നന്നാക്കി അങ്ങോട്ട് അരപ്പാക്കും. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു കഅബ ഇങ്ങനെ തവാഫ് ചെയ്യാണ്. കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ അബൂജഹൽ, അബൂജഹൽ അല്ല, ഒരു പുതിയ വിവരം അറിഞ്ഞു. എന്റെ കുടുംബത്തിലെ മുത്തുനബി മുഹമ്മദ് എന്ന പിന്നെ ആണുള്ള ഇനി പ്രവാചകനായിട്ട് വന്നത് ഇപ്പൊ പെണ്ണും വരാൻ തുടങ്ങിയോ? കളിയാക്കിയിട്ടില്ല. ചോദ്യം എന്താണ്? അതെന്താ? ആതിക ബീവിനെ കളിയാക്കി ചോദിക്കാണേ. ഇപ്പൊ പെണ്ണും വരാൻ തുടങ്ങി. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാം. ആരാ ചോദിക്കണത്? അബൂജഹൽ. ആക്കിയിട്ടില്ല ചോദ്യമാണ്. ആക്കിയിട്ടില്ല ചോദ്യമാണ്. എന്നിട്ട് അബൂജഹൽ പറഞ്ഞേ, ഞാനേ 3 ദിവസം കാത്തിരിക്കാം. ആതിക ബീവി കണ്ട സ്വപ്നം ഇവിടെ പുലരണം. 3 ദിവസം ഞാൻ സമയം തരും. ഈ 3 ദിവസത്തിന്റെ ഉള്ളില് ആതിക ബീവി കണ്ട, നിങ്ങളെ കുടുംബത്തിൽ ആതിക ബീവി കണ്ട സ്വപ്നം ഇവിടെ പുലരണം. ഇല്ലെങ്കിൽ നിങ്ങളെ കുടുംബം മുഴുവൻ കള്ളന്മാരാണെന്ന് മക്കയിലെ ചുമരുമ്പോഴൊക്കെ ഞാൻ പോസ്റ്റർ ഒട്ടിച്ചടക്കും. ആര്? അബൂജഹൽ. അബൂജഹലല്ലേ പറഞ്ഞത്? അബൂജഹൽ വെല്ലുവിളിച്ച് 3 ദിവസം ഞാൻ സമയം തരാം. ഈ 3 ദിവസത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളെ കുടുംബം മൊത്തം കള്ളന്മാരാണെന്ന് പോസ്റ്ററൊക്കെ ഞാൻ നാടാകെ ഒട്ടിച്ചെടുക്കും. അബൂജഹൽ പറഞ്ഞു. അങ്ങനെ 3 ദിവസം കാത്തുനിന്ന് 3ാമത്തെ ദിവസമാണ് ആര് വരുന്നത്? അബൂ സുഫിയാന്റെ അനുയായി മക്കത്തേക്ക് വരാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒട്ടകത്തിന്റെ മൂക്കൊക്കെ ചെത്തിയറിഞ്ഞ ആളില്ലേ? എന്തേനാ പേര്? ഞാൻ മറന്നല്ലോ. നിങ്ങൾ പറഞ്ഞാണ് എന്തേനിപ്പോ ഞാൻ മറന്നുപോയി. എന്തേനാ പേരെന്തേനി? ഞാൻ പറയും. എന്തേനി? ആരേനി? ഉമർ റളിയല്ലാഹു അൻഹു അതോ ആരേനി? ഹംസ റളിയല്ലാഹു അൻഹു അല്ലേ? ലംലം. അപ്പൊ നിങ്ങള് മറന്നിട്ടില്ല. ലംലം അല്ലേ? അപ്പൊ ലംലം മക്കത്തേക്ക് എത്തി. എത്ര ദിവസം കഴിഞ്ഞപ്പോ? 3 ദിവസം കഴിഞ്ഞപ്പോ. സുബ്ഹാനല്ലാഹ്, പെട്ടില്ലേ? 3 ദിവസം കഴിഞ്ഞപ്പോ ലംലം മക്കത്തേക്ക് എത്താണ്. സംസമല്ല കേട്ടോ, ലംലം. ലംലം മക്കത്തെ പറ്റിയപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഇവിടെ ഇൻഷാ അല്ലാഹ് ഒരു സംഭവം ഇവിടെ സംഭവിക്കാൻ പോവാണ്. വല്ലാത്തൊരു സംഭവം ഇവിടെ സംഭവിക്കാൻ പോവാണ്.
അങ്ങനെ ലംലം കത്ത് കൊണ്ടുവന്നു. എന്താ കത്ത്? ആ കത്തിലുള്ളത് എന്താ? അബൂ സുഫിയാൻ കത്ത് എഴുതിക്കണേ അബൂജഹലിന്, പ്രിയപ്പെട്ട അബൂജഹലെ, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്, ഞങ്ങളെ മുത്ത് മുഹമ്മദ് തങ്ങളും അനുയായികളും ഞങ്ങളെ പിടിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട്, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഇല്ലെങ്കിൽ ഞങ്ങളെ കാര്യം കട്ട പുകയാണ്, അവര് ഞങ്ങളെ വകവരുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ. അപ്പോ ഇതങ്ങട്ട് അറിഞ്ഞപ്പോ അബൂജഹൽ ഈ വിവരം അറിഞ്ഞപ്പോ അബൂജഹൽ മക്കളെ വരി, മക്കളെ എല്ലാരും വരി, നമുക്ക് പോവാം, മുഹമ്മദ് തങ്ങളെയും അനുയായികളെയും നമുക്ക് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തണം, നമുക്ക് പരാജയപ്പെടുത്തണം, ഇൻഷാ അല്ലാഹ് എല്ലാവരും റെഡി ആയിക്കോളി, എല്ലാവരും റെഡി ആയിക്കോളി. എല്ലാവരെയും വിളിച്ചിട്ട് അബൂജഹൽ അനുയായികളെ വിളിച്ചിട്ട് കൂട്ടാണ്. എന്തിന്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ബദറിലേക്ക് യുദ്ധത്തിന് പോവാൻ, ഇൻഷാ അല്ലാഹ്. അങ്ങനെ ബദറിലേക്ക് പോവാൻ ആര്? അബൂജഹലും കൂട്ടുകാരും പോവാൻ. അപ്പൊ കൂട്ടത്തിലെ ഇനി ഇൻഷാ അല്ലാഹ് അബൂജഹല് പോകുമ്പോ അബൂജഹല് ഉമയ്യത്തിനെ വിളിച്ച്. അപ്പൊ ഉമയ്യത്തിന് പോരാൻ ഭയങ്കര മടി. ഉമയ്യത്തിന് പോരാൻ മടിയല്ല, ഉമയ്യത്തിന് പോരാൻ പേടിയാണ്. കാരണം എന്താ? ഉമയ്യത്തിനോട് മുമ്പ് ഉമയ്യത്തിനോട് പറഞ്ഞിരുന്നു, സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, നിന്നെ ഞങ്ങൾ വകവരുത്തും. ആരോട്? ഉമയ്യത്തിനോട് പറഞ്ഞിരുന്നു, നിന്നെ ഞങ്ങൾ. ആ പേടി നല്ലോണം ഹൈവാനുണ്ട്, ഉമയ്യത്തിനുണ്ട് ആ പേടി നല്ലോണം. ഈ ആതിക ബീവി കണ്ട സ്വപ്നങ്ങൾ പൂവണിഞ്ഞും ചെയ്ത് ആ ലംലം വന്നും ചെയ്തു. ഇനിയിപ്പോ പോയാ പണി പാളുവോന്നില്ല പേടി ആർക്കുണ്ട്? ഉമയ്യത്തിനുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി അബൂജഹലും ടീമും അങ്ങോട്ട് പോകുന്ന ചരിത്രമാണ്. ആ ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത്. നാളെ ആ ചരിത്രം പറയണം. നാളെ ഇൻഷാ അല്ലാഹ് ബദർ നമുക്ക് പറയണം. ബദറിലേക്ക് ഇറങ്ങുന്ന രംഗവും ബദറിലെ ഹൗദ് അത് പൊളിക്കുന്ന രംഗം അതൊക്കെ ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിൽ വെച്ച് നമുക്ക് പറയണം. ഇന്നിപ്പോ പറയാൻ കരുതിയതായിരുന്നു, നമ്മൾ രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ഏകദേശം ചാർജ് തീർന്നു തുടങ്ങി. ചെറിയൊരു ദുആ എല്ലാവരും പറയും. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിയു മസീദാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعلنا ممن شهد لهم شهر رمضان ولا تجعلنا ممن شهد عليهم شهر رمضان. اللهم اجعلنا ممن رضي عنهم شهر رمضان ولا تجعلنا ممن شهد عليهم شهر رمضان. اللهم اجعلنا ممن رضي عنهم شهر رمضان ولا تجعلنا ممن شهد عليهم شهر رمضان. آمين برحمتك يا أرحم الراحمين. ശറഫുള്ള റമളാനിൽ സുദിനങ്ങളാണല്ലോ, ഷഹ്റായ റമളാനിൽ നിമിഷങ്ങളാണല്ലോ, സ്വർഗത്തിൽ ബാബോകൾ ഫതഹാകും ഷഹ്റല്ലേ, നരകത്തിൽ ബാബോകൾ പൂട്ടുള്ള ഷഹ്റല്ലേ. റമളാൻ നീലാവിൽ കോടും
ബത്തെ കാക്കല്ല റമളാനിൽ നിൻ തീരോ നോട്ടത്തെ നൽകല്ല റമളാൻ നിലാവിൽ കോടുംബത്തെ കാക്കല്ല റമളാൻ നിലാവിൽ റമളാനിൽ തിരനാട്ടോ നൽകണേ യാ അല്ലാഹ് റമളാൻ നിലാവിനെ കേൾക്കോ കോടുംബങ്ങൾ സന്തോഷം നൽകണേ യാ അല്ലാഹ് റഹ്മാനേ റമളാൻ നിലാവിനെ കേൾക്കോ കോടുംബങ്ങൾ സന്തോഷം നൽകണേ യാ അല്ലാഹ് റഹ്മാനേ വശറഫുല്ല റമളാനിൽ സുദിനങ്ങളാണല്ലോ ഷഹറായ റമളാനിൽ നിമിഷങ്ങളാണല്ലോ സ്വർഗത്തിൽ ബാബോകൾ ഫത്ആകും ഷഹറല്ലേ നരകത്തിൽ ബാബോകൾ പോട്ടുള്ള ദിനമല്ലേ അസ്ഹാബുൽ ബദറെന്ന ധീരശുഹദാ അഷ്റഫുൽ ബശറിന്റെ പ്രിയ സ്വഹാബ അഹദിന്റെ ദീനിനായി പോരോദിയോരാ അഴകുറ്റ സോവരത്തെ ഉറപ്പിച്ചോരാ അസ്ഹാബുൽ ബദറെന്ന ധീരശുഹദാ അഷ്റഫുൽ ബശറിന്റെ പ്രിയ സ്വഹാബ അഹദിന്റെ ദീനിനായി പോരോദിയോരാ അഴകുറ്റ സോവനത്തെ ഉറപ്പിച്ചോരാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.